പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ഒക്ടോബർ മാസം 18-ാം തീയതി ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നും ദൈവം നമ്മളോട് സംസാരിക്കാൻ പോവുക. സ്വീകരിപ്പാൻ റെഡിയായിരുന്നോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ്. എല്ലാവരുടെയും ഭവനത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പല ഭവനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ശുശ്രൂഷിച്ചിട്ടുള്ള ദൈവവചനമാണ് ഗലാത്യ ലേഖനം 2:20 വാക്യം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20 വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനക്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഈ വചനത്തെ ആസ്പദമാക്കി ഞാൻ പലപ്പോഴും ഇവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇന്നും ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുന്നു. ജീവിതം, മനുഷ്യരുടെ ജീവിതം നോക്കിയാൽ 4 രീതിയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഒന്ന്, അവർക്ക് വേണ്ടി അവർ ജീവിക്കുന്നു. അവർക്ക് വേണ്ടി അവർ ജീവിക്കുന്നു. 2, അവർക്ക് വേണ്ടി ദൈവത്തിന്റെ സഹായത്താൽ ജീവിക്കുന്നു. അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, പക്ഷെങ്കിൽ ദൈവത്തിന്റെ സഹായം കൂടെ വേണം. 3, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു അവരുടെ കഴിവുകൊണ്ട്. 3, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു അവരുടെ കഴിവുകൊണ്ട്. 4, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു ദൈവത്തിന്റെ കഴിവുകൊണ്ട്. ഈ 4-മത്തെ കൂട്ടർ വളരെ ചുരുക്കം. യഥാർത്ഥ ആത്മീയരെന്ന് പറയുന്നത് ബൈബിൾ ശരിക്കും പഠിച്ചാൽ ഈ 4-മത്തെ കൂട്ടർ. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെയാണ് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഈ ഭൂമിയിലുള്ള ജനങ്ങൾ ജീവിക്കുന്നത്. 1-മത്തെ കാര്യം ഞാൻ പറഞ്ഞു, അവർക്ക് വേണ്ടി അവരുടെ ശക്തി കൊണ്ടും അവരുടെ മിടുക്കുകൊണ്ടും അവരുടെ കഴിവുകൊണ്ട് ജീവിക്കുന്നു. അവർക്ക് വേറെ ആരിലും ആശ്രയമില്ല. 2, അവർക്ക് വേണ്ടി ജീവിക്കുന്നു, പക്ഷെങ്കിൽ ദൈവത്തിന്റെ സഹായം കൂടെ വേണം. 3, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു, പക്ഷെങ്കിൽ അവരുടെ സ്വയത്തിലാണ് ജീവിക്കുന്നത്. അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവൻ കൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. 3-മത്തെ കാര്യം, അവരുടെ ജീവൻ കൊണ്ടല്ല, യേശുവിന്റെ ജീവൻ കൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ജനിച്ച ഒരു ജീവനുണ്ട്. അത് ആദാമിൽ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയ എൻ്റെ ജീവനാണ്. ആ ജീവൻ കൊണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന കൂട്ടരാണ് ഞാൻ 3-മത്തെ പറഞ്ഞ കാര്യം. അത് മാറി യേശുവിൻ്റെ ജീവൻ കൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുന്നതാണ് 4-മത്തെ കൂട്ടർ. അവരാണ് ആത്മീയർ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ കൊണ്ട് ഒരിക്കലും ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ ജീവൻ കൊണ്ട് മാത്രമേ യേശുവിന് വേണ്ടി ജീവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ യേശു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തരണ്ട. ഇനി നിങ്ങൾ ആകമാനം ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ്? ഈ 4-മത്തെ കാറ്റഗറിയിൽ വരുന്നവർ വളരെ ചുരുക്കം. ഉണ്ടോന്ന് തന്നെ എനിക്കറിയത്തില്ല. കാരണം ഇപ്പോൾ ഒരു മീറ്റിങ്ങിലും ക്രൂശ് പ്രസംഗിക്കാറില്ല. നിങ്ങൾ ഏതെങ്കിലും മീറ്റിങ്ങിൽ ക്രൂശ് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ?
അതൊക്കെ പണ്ട് കാലത്തായിരുന്നു. ഇപ്പോൾ ക്രൂശ് ഒരിക്കലും പ്രസംഗിക്കത്തില്ല. ക്രൂശ് പ്രസംഗിക്കാത്തിടത്തോളം കാലം സ്വയം പോകത്തില്ല. അപ്പോൾ ക്രൂശ് പ്രസംഗിക്കാത്തിടത്തോളം കാലം ആ വ്യക്തികളായിരിക്കും യേശുവിന് വേണ്ടി ജീവിക്കുന്നത്, യേശുവല്ല. ക്രൂശ് പ്രസംഗിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തി ക്രൂശിക്കപ്പെട്ടിട്ട് യേശു ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ പറയാം, എൻ്റെ സ്വയത്തെ ക്രൂശിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ക്രൂശിക്കാൻ പറ്റത്തില്ല. കാരണം കാൽവറിയിൽ യേശു ക്രൂശിക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഞാൻ ഒരുമിച്ച് ക്രൂശിക്കപ്പെട്ടു. പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിന് ആ ക്രൂശ് ജീവിതത്തിൽ പ്രാക്ടീസ് ആകണമെങ്കിൽ പരിശുദ്ധാത്മാവ് എൻ്റെ സ്വയത്തെ ക്രൂശിക്കണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ക്രൂശിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. എനിക്ക് സ്വയമായി എന്നെ ക്രൂശിക്കാനൊക്കത്തില്ല, എനിക്ക് സ്വയമായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും പറ്റത്തില്ല. രണ്ടിനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നത് കാൽവറിയിൽ ക്രിസ്തു എന്നിൽ ചെയ്ത ആ കാര്യങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് എൻ്റെ ക്രൂശ് എൻ്റെ ജീവിതത്തിൽ സംഭവിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ആ ജീവനിൽ പരിശുദ്ധാത്മാവ് എന്നെ ജീവിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഈ ആത്മീയതയെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും ആരാണ് യഥാർത്ഥ ആത്മീയർ. ആത്മീയർ എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവൻ, എൻ്റെ ജീവനല്ല, യേശുവിൻ്റെ ജീവൻ കൊണ്ട് യേശുവിനായി ജീവിക്കുന്ന ആത്മീയത. എന്നിൽ നിന്ന് വരുന്ന ഒന്നും ആത്മീയതയല്ല. എൻ്റെ ജീവൻ കൊണ്ട് യേശുവിനായിട്ട് ജീവിക്കുന്ന ആത്മീയതയല്ല. യേശുവിൻ്റെ ജീവൻ കൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുന്ന ആത്മീയത. യേശുവിൻ്റെ ജീവൻ കൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ എനിക്കതിനകത്ത് പ്രശംസയില്ല. എൻ്റെ ജീവൻ കൊണ്ട് യേശുവിന് വേണ്ടി ജീവിച്ചാൽ പ്രശംസയെ ഞാൻ എടുക്കും. ആദ്യത്തെ 1-2 കാറ്റഗറി ദൈവസന്നിധിയിൽ ഒന്നുമല്ല, അവർക്ക് വേണ്ടി അവർ ജീവിക്കുന്നു. രണ്ടാമത്തെ കാറ്റഗറി അവർക്ക് വേണ്ടി ദൈവത്തിന്റെ സഹായത്തോടെ ജീവിക്കുന്നു. മൂന്നാമത്തെ കാറ്റഗറി അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. നാലാമത്തെ കാറ്റഗറി യേശു അവരിൽ കൂടി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോഴത്തെ ശുശ്രൂഷകൾ ഒന്നും ഈ കാറ്റഗറിയിൽ വരുന്നില്ല. കാരണം ഈ ക്രൂശ് ഇവിടെ പ്രസംഗിക്കാറേ ഇല്ല. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാൽവറിയിൽ സംഭവിച്ചൊരു കാര്യമാണ് പൗലോസിന്റെ ജീവിതത്തിൽ. പൗലോസിന്റെ ജീവിതത്തിൽ മാത്രമല്ല, സകല മനുഷ്യരുടെയും ജീവിതത്തിൽ ഈ കാൽവറിയിൽ കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ആ ക്രൂശിന്റെ എഫക്റ്റ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. എൻ്റെ ഇഷ്ടങ്ങൾ ക്രൂശിക്കപ്പെടണം. എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ആദമിൽ നിന്ന് വന്നതാ, എന്നിൽ നിന്ന് വന്നതാ. എന്നിൽ നിന്ന് വന്ന ഇഷ്ടങ്ങളെ ക്രൂശിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ എനിക്ക് സ്വയമായിട്ട് ക്രൂശിക്കാൻ പറ്റത്തില്ല. ഇനിയും യേശുവിന്റെ ജീവൻ എൻ്റെ അകത്ത് വ്യാപരിച്ചു. യേശുവിന്റെ ജീവനിൽ എനിക്ക് ജീവിക്കണമെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ പറ്റത്തില്ല. അപ്പോൾ ഒരേ സമയം എൻ്റെ ക്രൂശീകരണം ക്രിസ്തുവിലുള്ള ജീവിതം കൂടെ ഒന്നിച്ച് നടക്കണം. പരിശുദ്ധാത്മാവ് തന്നെ ഇത് വെളിപ്പെടുത്തിയാലേ പറ്റൂ. പരിശുദ്ധാത്മാവിനല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇനി ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ കൂടി നമുക്കിതൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് നമുക്ക് വേണ്ടി ജീവിക്കാനല്ല, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനാണെന്ന്. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇന്നും അതിൻ്റെ വെളിപ്പാട് ഇതുവരെ വന്നിട്ടുണ്ടോ. എത്ര പേർക്കറിയാം നമ്മളെ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി ജീവിക്കാനല്ല, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനാണ്. നമുക്ക് വേണ്ടി ജീവിക്കാനാണെങ്കിൽ ആദമിന്റെ ജീവൻ മതിയായിരുന്നു. യേശുവിന്റെ ജീവൻ കൊണ്ട് എനിക്ക് വേണ്ടി ജീവിക്കാനൊക്കത്തില്ല, യേശുവിന് വേണ്ടി ജീവിക്കാൻ പറ്റൂ. ആദമിന്റെ ജീവൻ കൊണ്ട് എനിക്ക് വേണ്ടി ജീവിക്കാൻ പറ്റും. കാരണം ആദമിന്റെ ജീവൻ എൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ ജീവൻ കൊണ്ട് ഒരിക്കലും എനിക്ക് വേണ്ടി ജീവിക്കാനൊക്കത്തില്ല, യേശുവിന് വേണ്ടിയേ ജീവിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ അല്ലയോ പറഞ്ഞാട്ടെ. അത്രയും കാര്യം മനസ്സിലായില്ലയോ? നമ്മളെ ഇവിടെ വെച്ചിരിക്കുന്നത് പല പ്രാർത്ഥനകളും പല നമ്മുടെ ചിന്താഗതികളും എല്ലാം നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള ഒരു രീതിയിലാണ്.
നമുക്ക് വേണ്ടി ജീവിക്കാനേ അല്ല നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടി ജീവിക്കാനായിരുന്നെങ്കിൽ യേശുവിന്റെ ജീവൻ എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഇവിടെ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനാണ്. നമ്മളെ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ ഇരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി ജീവിക്കുന്നത് എങ്ങനെയാ? ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി ആക്കിയതിന്റെ കാര്യം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനാ. ക്രിസ്തുവിൽ ഇരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി ജീവിക്കാനല്ല. അങ്ങനെ ക്രിസ്തുവിലാക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിലാക്കിയതിന്റെ കാരണം ആദമിൽ ഇരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി ജീവിക്കാം. ആദമിന് വേണ്ടി ജീവിക്കുകയായിരുന്നു, നമ്മൾ സ്വയമായിട്ട് ജീവിക്കുകയായിരുന്നു. ക്രിസ്തുവിനായാൽ ക്രിസ്തുവിന് വേണ്ടിയേ ജീവിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനത്തിൽ കൂടി ഞാനതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 10, പല വചനത്തിലും ഉണ്ടെങ്കിലും മർക്കോസിന്റെ സുവിശേഷം 10:17. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം സുപരിചിതമാണ് നിങ്ങൾക്ക്. അനേകർ ശുശ്രൂഷിച്ചിട്ടുള്ള ദൈവവചനമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലുമുണ്ട്, പക്ഷേ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒന്നുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, ഇതൊരു പ്രമാണിയാണെന്നും ഒരു യൗവനക്കാരനാണെന്നും മറ്റ് സുവിശേഷങ്ങളിൽ പറയുന്നു. നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നവനോട് ചോദിച്ചു. എന്ത് ചെയ്യണം? ആ ചോദ്യത്തിൻ്റെ അകത്ത് തന്നെ ദൈവികമല്ല. നിത്യജീവനെ അവകാശമാക്കുവാൻ എനിക്കൊന്നും ചെയ്ത് പ്രാപിക്കാവുന്ന ഒരു കാര്യമല്ല നിത്യജീവൻ. യേശുവിലെ വിശ്വാസത്തിൽ മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് നിത്യജീവൻ. ഇന്നും അനേകർ വിചാരിക്കുന്നത് എനിക്ക് മരിച്ചു കഴിയുമ്പോൾ നിത്യജീവൻ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇതേ ചോദ്യം ഇന്ന് അനേകർ ചോദിച്ചിട്ട് പലതും ചെയ്ത് ജീവിക്കുക നിത്യജീവൻ കിട്ടാൻ വേണ്ടിയിട്ട്. അവർക്ക് ആർക്കും നിത്യജീവൻ കിട്ടത്തില്ല. അടുത്ത വചനം. അതിനെ യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. ഇതിനെപ്പറ്റി ഞാൻ പലപ്പോൾ ശുശ്രൂഷിച്ചിട്ടുള്ള അതല്ല ഇന്നത്തെ വിഷയം. അടുത്ത വചനം. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പഴയ നിയമത്തിലെ 10 കൽപ്പനയിൽ നിന്നുകൊണ്ടാണ് യേശു കോട്ട് ചെയ്തത്. ഇതെല്ലാം നിനക്ക് അറിയത്തില്ലയോ? 20-ാമത്തെ വാക്യം. അവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. അടുത്ത വചനം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. നോക്കിയേ, യേശു അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. നീ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അടുത്ത വചനം. യേശു അവനെ നോക്കി, അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പൊയ്ക്കളഞ്ഞു. ഒരു മിനിറ്റ്, നീ ചോദിക്കുന്ന ചോദ്യം. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, ഈ ചതിക്കരുത്, ഈ കൽപ്പനകളെല്ലാം ഈ ചെറുപ്പക്കാരൻ ചെറുപ്പം മുതലേ ചെയ്തു വന്നിരുന്നു. ആർക്കു വേണ്ടി? പ്രൈസ് ദി ലോർഡ്. ആർക്കു വേണ്ടി? നിങ്ങൾക്ക് ആർക്കും ഈ വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുഖം കാണാൻ അറിയാനും പറ്റുന്നില്ല. ആർക്കു വേണ്ടി? മോശപ്രവൃത്തിയാണോ അത് ചെയ്തത്? യേശുവിനോടുള്ള സ്നേഹനിമിത്തമാണോ? അപ്പൊ അത്രേ കാലം ജീവിച്ച് ഈ പ്രവൃത്തിയെല്ലാം ആർക്കു വേണ്ടിയാ ചെയ്തേ? നിങ്ങളിത് പറയുമ്പോൾ ഓർത്തോണം, നമ്മൾ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ചെറുപ്പം മുതൽ ഞാൻ ഇതെല്ലാം ചെയ്തു വരുന്നു. എന്തിനു വേണ്ടിയാ ചെയ്തത്? എന്തിനു വേണ്ടി അത് ചെയ്തു വന്നത്? ആർക്കു വേണ്ടിയാ ആ ചെറുപ്പക്കാരൻ ഇതെല്ലാം ചെയ്തത്? നമുക്ക് നോക്കുന്ന ഉടനെ എല്ലാവർക്കും വേണ്ടിയാ ചെയ്തത്, അല്ലെ ദൈവത്തിന് വേണ്ടിയാ ചെയ്തത്. പക്ഷെ ദൈവത്തിന് വേണ്ടിയാണോ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിച്ചു. ഈ ദുഃഖം എവിടുന്ന് വന്നു? ഈ ദുഃഖം ദൈവികമാണോ?
ഒരു ഹല്ലേലൂയ പറയുന്നത്. ഈ ദുഃഖം ദൈവികമാണോ? ദൈവം സംസാരിക്കും കേട്ടോ. കോവിഡിന്റെ കാലഘട്ടത്തിൽ തനിയെ ഇരിക്കാമെങ്കിൽ ദൈവം സംസാരിക്കും. പല ദുഃഖങ്ങളും ദൈവികമല്ല, സ്വയത്തിന് വേണ്ടിയിട്ടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദുഃഖം അവന് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ മനസ്സില്ലാത്തതുകൊണ്ടുള്ള ദുഃഖമാണ്. എല്ലാ ദുഃഖവും ദൈവികമല്ല. എല്ലാ സ്നേഹവും എന്തല്ല? ദൈവികമല്ല. നല്ലതെന്ന് തോന്നുന്ന സ്നേഹവും, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, ചതിക്കരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു, ആ സ്നേഹം എന്തല്ല? ദൈവമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സമയങ്ങളിൽ ആത്മീയമായിട്ട് വളരാൻ ഏറ്റവും നല്ല കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തോടുള്ള സ്നേഹനിമിത്തമാണോ? പക്ഷെ യേശു അവനെ സ്നേഹിച്ചു, ആ സ്നേഹം അവൻ തിരിച്ചറിഞ്ഞോ? യേശു അവനെ നോക്കി, അവനെ സ്നേഹിച്ചു, ആ സ്നേഹം തിരിച്ചറിഞ്ഞില്ല. അപ്പൊ ഈ വ്യക്തിക്ക് യേശുവിനുള്ള സ്നേഹം എന്തായിരുന്നു? തനിക്കെന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്നേഹമാണോ യേശുവിനോട്? നമ്മുടെ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള സ്നേഹമാണോ യേശുവിനോട്? ഞാൻ ചിലതൊക്കെ ചെയ്യുന്നത് യേശുവിനോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണെന്നും പറഞ്ഞ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി വല്ലതും ലഭിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണോ? ഈ വ്യക്തി യേശുവിന് വേണ്ടി ജീവിക്കാനായിരുന്നെങ്കിൽ അവൻ ദുഃഖിക്കേണ്ടി വരുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവനെ 20-ാമത്തെ വചനം എടുത്ത്, 20-ാമത്തെ വചനം. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് 22 ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പൊക്കളഞ്ഞു. നോക്കിയേ, പൊക്കളഞ്ഞു. നിങ്ങളിതൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കിയേ. അതിന്റെ അർത്ഥം എന്താ? സ്വന്തമായിട്ട് ജീവിക്കുന്നതിന് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുവെന്ന് അവനൊരു തോന്നലുണ്ട്. പക്ഷെങ്കിൽ ശരിക്കും എന്തിനാ പ്രസാദിപ്പിക്കുന്നേ? അവന് വേണ്ടിയല്ലേ? ചെറുപ്പം മുതൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന് വന്നത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? നിങ്ങളിവിടെ ഇല്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടോ സന്തോഷത്തോടെ. പ്രൈസ് ദി ലോർഡ്. അവന്റെ ദുഃഖം പോലും അവന് വേണ്ടിയിട്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് യേശുവിനെ സ്വീകരിക്കുവാൻ ദുഃഖിക്കുന്ന അനേകരുണ്ട്. യേശുവിനെ സ്വീകരിക്കാൻ വയ്യാത്തത് കൊണ്ട് അയ്യോ എനിക്ക് അങ്ങനെയൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുന്നു, എനിക്ക് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതെല്ലാം സ്വയത്തിൽ നിന്ന് വരുന്നത്. കർത്താവ് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് സ്വയത്തിൽ നിന്ന് വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വ്യക്തിക്ക് സ്നേഹം ഉണ്ടായിരുന്നു. ആ സ്നേഹം, ഈ വ്യക്തി എങ്ങനെയായിരുന്നു യേശുവിനെ സ്നേഹിച്ചത്? ആ സ്നേഹം തൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹമായിരുന്നു. ഇന്ന് ഞാൻ ചോദിക്കുന്നു, ക്രിസ്ത്യൻ സമൂഹത്തിൽ തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹമല്ലേ യേശുവിനോട്? ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണോ അതോ നമുക്ക് വേണ്ടിയിട്ടാണോ? നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കുന്നില്ല. തനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കുന്നില്ല. Praise the Lord. Praise the Lord. Glory to Lord. Hallelujah. Praise the Lord. Praise the Lord. തനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ദൈവത്തെയും തന്നെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. വചനം കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 10:37. മത്തായിയുടെ സുവിശേഷം 10:37. Matthew 10:37. എന്നേക്കാൾ അധികം അപ്പനെയോ
അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഏത് സ്നേഹമായിരിക്കും യേശുവിനെ സ്നേഹിക്കേണ്ടത്? യേശുവിനെ സ്നേഹിക്കുവാൻ തടസ്സം എന്താ? ഈ സ്നേഹം എവിടുന്നുള്ള സ്നേഹമാണ്? സ്വയത്തിൽ നിന്നുള്ള സ്നേഹമാണ്. അതിനേക്കാൾ ഒരു ഹൈ ലെവൽ സ്നേഹം ഉണ്ടെങ്കിൽ യേശുവിനെ സ്നേഹിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് സ്വയത്തിൽ നിന്ന് വരുന്ന സ്നേഹമാണ്. സ്വയത്തിൽ നിന്നുള്ള സ്നേഹം കൊണ്ട് യേശുവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ സ്നേഹം എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ആ സ്നേഹം. അപ്പോൾ യേശുവിനേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നു അല്ലേ? ആ അപ്പനെയും അമ്മയും പ്രിയപ്പെടുന്ന ഏത് സ്നേഹമായിരിക്കും? എന്തായാലും ദൈവസ്നേഹമല്ല. കാരണം എന്താ? യേശുവിനേക്കാൾ അധികം ഇവരെ സ്നേഹിക്കുമ്പോൾ ഒരിക്കലും ദൈവസ്നേഹത്തിലല്ല ഇവരെ സ്നേഹിക്കുന്നതാണോ? അയ്യോ, ആർക്കും ഒരു അനക്കമില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ ഈ പറയുന്നത്? യേശുവിനേക്കാൾ കൂടുതൽ ഇവരെ സ്നേഹിച്ചാൽ അവരെ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തിലാണോ? നമ്മുടെ ധാരണ ദൈവസ്നേഹത്തിലാണെന്നാണോ? മനസ്സിലാകുന്നില്ല? ഇത് എന്ത് സിമ്പിളാ കാര്യം. യേശുവിനേക്കാൾ അധികം അപ്പനെയും അമ്മയോ പ്രിയപ്പെടുന്നവൻ യേശുവിന്റെ സ്നേഹത്തിലാ, ദൈവസ്നേഹത്തിലാന്ന് അവരെ സ്നേഹിക്കുന്നത് അല്ല. യേശുവിനെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാ അപ്പനെയും അമ്മയും ദൈവസ്നേഹത്തിൽ സ്നേഹിക്കാൻ പറ്റുന്നത്? പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവരെല്ലോ പറഞ്ഞാട്ടെ. മകനെയോ എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്നേഹിക്കാത്തൊരു വ്യക്തിയുടെ മകനെയും മകളെയുള്ള സ്നേഹവും എന്താ? സ്വയത്തിൽ നിന്നുള്ള സ്നേഹം അല്ലേ? അല്ലേ? യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വന്തം മകനെയോ ദൈവസ്നേഹത്തിൽ സ്നേഹിക്കാൻ പറ്റൂ. യേശുവിനെ സ്നേഹിക്കാത്തൊരു വ്യക്തി, യേശുവിനെ ഏറ്റവും അധികമായിട്ട് സ്നേഹിക്കാത്തൊരു വ്യക്തി മകനെയോ മകളെയോ സ്നേഹിക്കുന്നത് സ്വാർത്ഥ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല അല്ലേ? പരിശുദ്ധാത്മാവ് തന്നെ ഇത് വെളിപ്പെടുത്തണം. യേശുവിനേക്കാൾ അധികമായിട്ട് ഇവരെ രണ്ടിനെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് ഇവരെ സ്നേഹിക്കുന്നത്? സ്വയത്തിന് വേണ്ടിയിട്ടല്ലേ? അല്ലാതെ പറ, യേശുവിനുള്ള സ്നേഹം നിമിത്തമാണോ? ആണോ? ഓ, ആർക്കും മനസ്സിലാകുന്നില്ല. ഇത് മനസ്സിലാകുന്നില്ല ഞാൻ പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പെടുത്തണം. ഇത് വളരെ ആഴത്തിലുള്ള കാര്യമാണ് ഞാൻ ഈ പഠിപ്പിക്കുന്നത്. പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും. ഞാൻ ചോദിക്കുന്നത്, യേശുവിനേക്കാൾ അധികം എൻ്റെ മകനെയോ മകളെയോ ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ അത് ദൈവസ്നേഹമാണോ അതോ എൻ്റെ സ്നേഹമല്ലേ? എന്തിനാ? യേശുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ വല്ലതും എൻ്റെ മകനെയോ മകളെയോ സ്നേഹിച്ചാൽ എനിക്ക് ലഭിക്കും അല്ലേ? പരിശുദ്ധാത്മാവ് തന്നെ ഇടപെടട്ടെ. പരിശുദ്ധാത്മാവ് തന്നെ ഇടപെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഓ, ഇത്രയും വലിയ കാര്യം ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കണം. ഇതിനാ മനസ്സിലാക്കണം എന്ന് പറയാം. ആത്മീയത എന്തെന്ന് മനസ്സിലാക്കണം. യേശുവിനേക്കാൾ അധികം ഇവരെ സ്നേഹിച്ചാൽ നിങ്ങളുടെ സ്വയത്തിൽ നിന്നാണ് സ്നേഹിക്കുന്നത്. അതിനെന്തൊക്കെയോ അജണ്ടയുണ്ട്. യേശുവിനെ സ്നേഹിക്കാൻ പോയാൽ ഇവരെന്നെ തള്ളും അല്ലേ? യേശുവിനേക്കാൾ അധികം ഇവരെ സ്നേഹിച്ചാലേ ഇവരെന്നെ നോക്കുമല്ലേ? അതോ എന്താണ് പ്രശ്നം? എന്താ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഞെരുങ്ങുന്നെങ്കിൽ ജഡമാ ഞെരുങ്ങുന്നത്, ആത്മാവ് ഒരിക്കലും ഞെരുങ്ങത്തില്ല. ആത്മാവ് സന്തോഷിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം വീണ്ടും ചോദിക്കുന്നു. ദൈവത്തെക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ, ആ പ്രിയപ്പെടുന്നത് ദൈവസ്നേഹത്തിലാണോ? ഒരിക്കലുമല്ല. കാരണം ദൈവത്തെ സ്നേഹിക്കാത്ത വ്യക്തിക്ക് അതിനെ അപ്പനെയും അമ്മയും ദൈവസ്നേഹത്തിൽ സ്നേഹിക്കാൻ പറ്റുന്നത്? ദൈവത്തെ സ്നേഹിക്കാത്ത വ്യക്തിക്ക്, ഇവരെക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കാത്ത വ്യക്തിക്ക് ഒരിക്കലും മകനെയോ മകളെയോ ദൈവസ്നേഹത്തിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, യേശുവിനെ
അപ്പനെയോ അമ്മയോ മകനെയോ മകളേക്കാൾ കൂടുതൽ യേശുവിനെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ ഭൂമിയിൽ ദൈവികമായൊരു ജീവിതം കിട്ടത്തില്ല. ദൈവികമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അവർ സ്വയത്തിന് വേണ്ടി, അവർ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ, ദൈവത്തെക്കാൾ അധികം എന്നേക്കാൾ അധികം മകനെയോ മകനെയോ പ്രിയപ്പെടുന്നവൻ, പ്രൈസ് ദി ലോർഡ്, എന്തിനു വേണ്ടിയാണ് അത് പ്രിയപ്പെടുന്നത്? യേശുവിന് വേണ്ടി ജീവിക്കുകയാണോ? യേശുവിനേക്കാൾ അധികം ഇവരെ പ്രിയപ്പെടുന്നവർ യേശുവിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? അയ്യോ, നിങ്ങളെല്ലാം കണ്ടടിച്ച പോലെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ആത്മീയത ഇത് ക്രൂശ് ആരും പ്രസംഗിക്കാറില്ല. ഈ ആത്മീയത ആരും പ്രസംഗിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ആവേശം കാണത്തില്ല. ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളെ ആവശ്യം വരിപ്പിക്കാനല്ല, ദൈവത്തിന് ആവശ്യം വരാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ്. നിങ്ങൾ ഇതിനൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കി, എന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇവരെക്കാൾ അധികമായിട്ട് യേശുവിനെയാണോ സ്നേഹം? ഇനി നിങ്ങൾ യേശുവിനേക്കാൾ അധികം ഇവരെയാ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളൊരു ആത്മീയരേ അല്ല. നിങ്ങളുടെ ഈ സ്നേഹം ഉണ്ടല്ലോ, വെറും ചെടിക്കുക, നാളെ അത് പൊട്ടും. കാരണം എന്താ? നിങ്ങൾ ജഡത്തിൽ നിന്നുള്ള സ്നേഹമാണ് മാതാപിതാക്കളെയും മക്കളെ സ്നേഹിക്കുന്നത്, ദൈവസ്നേഹത്തിലല്ല. ഈ സ്നേഹം ഏത് സമയത്തും ഒരു കല്ലുകടി ഉണ്ടായാൽ പൊട്ടും. പക്ഷെങ്കിൽ ദൈവസ്നേഹത്തിലാണെങ്കിൽ ഒരിക്കലും ഏത് കല്ലുകടി വന്നാലും പൊട്ടത്തില്ല. ആ സ്നേഹം നിലനിൽക്കുന്ന സ്നേഹമാണ്. ഇതിൻ്റെയൊക്കെ ആഴം കേട്ടോ, ഭയങ്കര കേട്ടോ. നിങ്ങൾ ഒരു ബഹളം വെച്ച് ചാടി മറിയുന്നതല്ല ഇതിന്റെ ആഴം. ഇതിന്റെ ആഴം നിങ്ങളുമായിട്ട് വ്യക്തിപരമായി ബന്ധത്തിൽ, ഹല്ലേലൂയ, ചിലത് നിങ്ങളിൽ വെളിപ്പെടുന്നതാ. നിങ്ങളെന്ന വ്യക്തിയിൽ വെളിപ്പെടുന്നതാ. പരിശുദ്ധാത്മാവ് നിങ്ങളെന്ന വ്യക്തിയിൽ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിനേക്കാൾ അധികം എൻ്റെ മാതാവിനെയോ പിതാവിനെയോ എൻ്റെ മക്കളെയോ ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ ജഡികനാണ്. കാരണം എൻ്റെ അവരോടുള്ള സ്നേഹം ജഡത്തിൽ നിന്നാണ്. അത് ഏത് സമയവും പൊട്ടും. അതേസമയം ഇവരെക്കാൾ അധികമായിട്ട് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ സ്നേഹം യേശുവിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഞാൻ ഇവരെ സ്നേഹിക്കുന്നതിന് ഒരിക്കലും, ഹല്ലേലൂയ, തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സ്നേഹം മക്കൾ എങ്ങനെ പോയാലും എങ്ങനെയൊക്കെ തള്ളിപ്പറഞ്ഞാലും ആ സ്നേഹത്തിന് മാറ്റമില്ല. കാരണം അത് ദൈവത്തോടുള്ള ബന്ധത്തിലാ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ആ സ്നേഹം എന്നും ആഗ്രഹിക്കുന്നത് ഇവൻ എങ്ങനെ ദൈവികനാകണമെന്ന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ മകനും മകളും എങ്ങനെ ദൈവികനാണെന്ന് ആകണമെന്ന ഈ സ്നേഹം എന്നെ, ഹല്ലേലൂയ, എപ്പോഴും പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ അകത്തെ ചിന്ത മൊത്തം ഇവൻ എങ്ങനെ ദൈവികനാകണം. ഒരു പക്ഷേ നിങ്ങളുടെ മകനോ മകൾക്കോ അത് മനസ്സിലാകത്തില്ല. മനസ്സിലാകുന്നെങ്കിൽ അവർ ആത്മീയരാ, മനസ്സിലാകുന്നില്ലെങ്കിൽ അവർ ആത്മീയരല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ആത്മീയനെ ജഡികൻ ഒരിക്കലും മനസ്സിലാകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ സ്നേഹം മനസ്സിലാകത്തില്ല. ആത്മീയ സ്നേഹം ജഡികൻ ഒരിക്കലും മനസ്സിലാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ജഡത്തിലുള്ള സ്നേഹമേ ജഡികന് മനസ്സിലാകൂ. നിങ്ങളുടെ സ്നേഹം ഇന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ജഡത്തിലാ. Glory to Lord. ഓ, എന്തുവാ ഇത്? ഇത് വെറുതെ ഒന്ന് വായിച്ചു തള്ളുകയല്ല. എന്തുകൊണ്ട് യേശു പറഞ്ഞു ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കണം? ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിച്ചാല് എന്റെ സ്നേഹത്തിൽ ഇവരെ നിനക്ക് സ്നേഹിക്കാൻ പറ്റും. എന്നെ സ്നേഹിക്കാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ദൈവസ്നേഹത്തിൽ എൻ്റെ മക്കളെ സ്നേഹിക്കാനൊക്കത്തില്ല. എന്നെ സ്നേഹിക്കാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ദൈവസ്നേഹത്തിൽ എൻ്റെ മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കാനൊക്കത്തില്ല. എന്നെ സ്നേഹിക്കാത്തൊരു വ്യക്തിക്ക് കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആദ്യം ആത്മാവിലും ഹൃദയത്തിലും മനസ്സുകൊണ്ടും എന്നെ സ്നേഹിക്കണം. അത് കഴിഞ്ഞ് വേണം കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാൻ.
ഒന്നാം കൽപ്പന അനുസരിക്കാത്തവന് രണ്ടാം കൽപ്പന അനുസരിക്കാൻ പറ്റത്തില്ല. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും രണ്ടാമത്തെ കൽപ്പന അനുസരിക്കാൻ പറ്റത്തില്ല. അഥവാ അതനുസരിക്കുന്നെങ്കിൽ ജഡത്തില. നിങ്ങളൊന്ന് ചിന്തിച്ച്, അനേക കുടുംബങ്ങളിൽ മക്കളെ സ്നേഹിക്കുന്നത് ജഡത്തിലാണോ ആത്മീയത്തിലാണോ? ഈ സ്നേഹവും ആ ചെറുപ്പക്കാരന്റെ സ്നേഹവും തമ്മിൽ എന്താ വ്യത്യാസം? ഈ കൽപ്പനയനുസരണവും ചെറുപ്പക്കാരൻ കൽപ്പന അനുസരിച്ചതും തമ്മിൽ എന്താണ് വ്യത്യാസം? Praise the Lord. Praise the Lord. Hallelujah. യേശുവിനെ എല്ലാത്തിനും ഉപരി സ്നേഹിക്കാത്ത വ്യക്തി ആദമിലാ സ്നേഹിക്കുന്നു. യേശുവിനെ കൂടാതെ നിങ്ങൾ ചിന്തിക്കുക, ഇപ്പോഴും പ്രാർത്ഥിച്ചാൽ യേശുവിനെ കൂടാതെ അപ്പനെ അമ്മയും മകനെയും സ്നേഹിച്ചാൽ എന്ത് സ്നേഹമായിരിക്കും അത്? എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹമാണ്. പിന്നെ യേശുവിനെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പറയുക യേശുവിനേക്കാൾ അധികമായിട്ട് ഇവരെ സ്നേഹിച്ചാൽ അത് ഏത് സ്നേഹമായിരിക്കും? നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ഏത് സ്നേഹത്തിലായിരിക്കും? അത് അവനെ ആക്കിയെടുക്കുന്നത് ഏത് സ്നേഹത്തിലായിരിക്കും? ആർക്കും ഒരു ഹല്ലേലൂയല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആദ്യം ക്രൂശ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. ജീസസ്. പ്രൈസ് ദി ലോർഡ്. ക്രൂശ് എൻ്റെ സ്വാർത്ഥതയാണ് യേശുവിനേക്കാൾ അധികമായിട്ട് ഇവരെ സ്നേഹിക്കുന്നത്. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ലോകപ്രകാരം ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇവരെ സ്നേഹിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യമെന്നല്ലേ? ദൈവത്തെ സ്നേഹിക്കാതെ ഇവരെ സ്നേഹിക്കുന്നത് ഏറ്റവും വലിയ കാര്യമെന്ന് ലോകം പറയുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നു പോഷൻ. ആ സ്നേഹത്തിന് നിത്യതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നിന്റെ ജഡവുമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ്. നിന്റെ ജഡവുമായിട്ടുള്ള, നീ എൻ്റെ മോനായിട്ട് ജനിച്ച എൻ്റെ അപ്പനും അമ്മയും ആയതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അല്ല ദൈവത്തിന് അത് യാതൊരു റോളുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിനേക്കാൾ അധികമായിട്ട് ഇവരെ സ്നേഹിച്ചാൽ യേശുവിന്റെ ജീവൻ എന്ത് ചെയ്യും? ഏത് ജീവൻ കൊണ്ടാണ് ജീവിക്കുന്നത്? എവിടെ ക്രൂശിക്കപ്പെട്ടു? ജീവിക്കുന്ന ക്രിസ്തുവാണോ? ആരാ ജീവിക്കുന്നത്? ക്രിസ്തു ആണോ ജീവിക്കുന്നത്? ക്രിസ്തുവിനെ കൂടാതെ എങ്ങനെയാ ക്രിസ്തു ജീവിക്കുന്നത്? പല മേഖലയിൽ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ ഇടപെടലുകളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതൊക്കെ മേഖലകളിൽ ദൈവികമല്ലാതെ നിൽക്കുന്നു ആ മേഖലയിലൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജഡം കൊണ്ട് ഉള്ള സ്നേഹമാണ് എനിക്ക് നിങ്ങളെ കാണിക്കുന്ന ഈ പുറമേ ഉള്ള സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തിന് നിലനിൽപ്പില്ല, അത് പൈശാചികമാണ്. നിങ്ങളോടുള്ള എൻ്റെ സ്നേഹം നിത്യതയുമായി ബന്ധപ്പെട്ട് യേശുവുമായുള്ള ബന്ധത്തിലല്ലെങ്കിൽ ആ സ്നേഹത്തിന് ഒരിക്കലും നിലനിൽപ്പില്ല. അത് നിങ്ങളെ പിണക്കാതിരിക്കാനും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ടുമാണ്. കർത്താവിന് അതുമായിട്ട് റോളില്ല. നിങ്ങളുടെ കൂടിവരവ് വരുന്നത് നിങ്ങൾക്ക് വല്ലതും കിട്ടാൻ വേണ്ടിയിട്ടാണോ ആ കൂടിവരവെങ്കിൽ, നിങ്ങളുടെ സംസാരം നിങ്ങൾക്ക് വല്ലതും കിട്ടാനാണെങ്കിൽ അത് ജഡത്തിൽ നിന്നുള്ള സംസാരമാണ്. നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിച്ചതാണോ? യേശുവിന് വേണ്ടി ജീവിച്ചതാണോ? എന്തൊരു നിശബ്ദതയല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
യേശുവിന് വേണ്ടി ജീവിക്കാതെ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പറ്റത്തില്ല. യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം, തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. ആ ക്രൂശ് എന്താണ്? ആ ക്രൂശാണ് സ്വയം. അപ്പനെയും അമ്മയും യേശുവിനേക്കാൾ അധികം സ്നേഹിക്കുന്നത് ക്രൂശ് കൊണ്ടേ തകരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെക്കാൾ അധികമായിട്ട് ഈ ലോകത്തെ സ്നേഹിക്കുന്നതിന് തുല്യമല്ലേ ദൈവത്തെക്കാൾ അധികമായിട്ട് അപ്പനെയും അമ്മയും മകനെയും മകളെ സ്നേഹിക്കുന്നത്? ഞാൻ പറഞ്ഞത് കേട്ടില്ല. ദൈവത്തെക്കാൾ അധികമായി ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നതിന് തുല്യമല്ലേ ദൈവത്തെക്കാൾ അധികമായിട്ട് അപ്പനെയും അമ്മയോ മകനെയും മകളെയോ സ്നേഹിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെക്കാൾ അധികമായി ഞാൻ എന്ത് സ്നേഹിക്കുന്നു പറഞ്ഞാലും ആ സ്നേഹം ഏത് സ്നേഹം? അപ്പൊ രണ്ട് സ്നേഹമുണ്ടോ? ദൈവത്തെക്കാൾ അധികമായിട്ട് ഞാൻ വേറെ പലതിനെ സ്നേഹിക്കുന്നത് അത് ഏത് സ്നേഹമാണ്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെക്കാൾ അധികമായിട്ട് ഞാൻ വേറെ എന്തെങ്കിലും സ്നേഹിച്ചാൽ അത് ഏത് സ്നേഹമാണെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു, ദൈവത്തിൽ നിന്നൊരു സ്നേഹമുണ്ട്. ദൈവത്തെക്കാൾ അധികമായി വേറെ പലതിനെ സ്നേഹിച്ചാൽ അത് ഏത് സ്നേഹമാണ്? രണ്ട് സ്നേഹമുണ്ട്. ആ സ്നേഹം പോയാലേ മറ്റേ സ്നേഹം ജീവിക്കൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജീസസ്, പ്രൈസ് ദി ലോർഡ്. അത് ക്രൂശിക്കപ്പെട്ടെങ്കിലേ ഈ സ്നേഹം ജീവിക്കൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വയസ്നേഹം ക്രൂശിക്കപ്പെട്ടാലേ ദൈവസ്നേഹം ജീവിക്കൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്വയസ്നേഹം നോക്കിയേ, സ്നേഹത്തിന്റെ കാര്യമാണ് പറയുന്നത്, ഒരു പാപമല്ല. അപ്പൊ സ്വയസ്നേഹത്തെ ദൈവം എങ്ങനെ കാണുന്നേ? ദൈവത്തിന്റെ ഇടർച്ചയാ. എന്റെ സ്വയസ്നേഹം ദൈവത്തിന്റെ ഇടർച്ചയാ. എന്റെ സ്വയസ്നേഹം എന്റെ അപ്പനെയും അമ്മയോടും ദൈവത്തെക്കാൾ അധികമായിട്ടുള്ള സ്നേഹം, ആ സ്നേഹം ദൈവത്തിന്റെ ഇടർച്ചയാ. അപ്പൊ എന്റെ പല സ്നേഹവും ആർക്ക് ഇടർച്ചയാ? പ്രൈസ് ദി ലോർഡ്. എന്റെ പല സ്നേഹവും ചിലരോടുള്ള സ്നേഹം ആർക്ക് ഇടർച്ചയാ? അല്ലേ? കാരണം എന്താ? എന്നെ ദൈവത്തെ സ്നേഹിക്കാൻ തടസ്സമായി നിൽക്കുന്ന പല സ്നേഹങ്ങളും ദൈവത്തിന്റെ ഇടർച്ചയാ. ദൈവസ്നേഹത്തിൽ എന്നെ ജീവിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന പല സ്നേഹങ്ങളും ദൈവത്തിന്റെ ഇടർച്ചയാ. ജീസസ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവസ്നേഹത്തിന് അപ്പുറമായിട്ട് ഞാൻ സ്നേഹിക്കുന്ന പലതിനെയും മാറ്റണമെന്ന് പറയുമ്പോൾ ക്രൂശ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെക്കാൾ അധികമായി എൻ്റെ മകനെയോ മകളെയോ സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ ക്രൂശല്ലേ? ജീസസ്. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ദൈവത്തെക്കാൾ അധികമായിട്ട് എൻ്റെ താല്പര്യം എൻ്റെ ചില വിഷയത്തിന്മേൽ എനിക്ക് പറ്റത്തില്ല. ദൈവം പറയുന്നു, അറിയാം അല്ലേ, പറ്റുന്നില്ല. കണ്ടാ, അവിടെ ക്രൂശിടപെട്ടേ പറ്റൂ. എന്നെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ഫലം എന്നിൽ നിന്ന് പുറത്തു വരൂ. ജീസസ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ചാടി മറയുന്നതും അല്ല. ചിലരോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അവിടെ ക്രൂശിടപെട്ടല്ലേ ക്ഷമിക്കാൻ പറ്റും അല്ലേ? അല്ലേ? ആ ക്ഷമ ഏതാ? എൻ്റെ ഞാൻ പലരോടും ക്ഷമിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അത് കണ്ടീഷണൽ ക്ഷമയാ. ദൈവത്തിന്റെ ക്ഷമ എന്നിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ക്ഷമയല്ല അത്, അതിനപ്പുറമായി ദൈവത്തിന്റെ ക്ഷമ എന്നിൽ വ്യാപരിക്കണം. ജീസസ്. എല്ലാ സ്നേഹവും എന്തല്ല? ദൈവികമല്ല. മകനെയോ മകളെയോ സ്നേഹിക്കുന്നതാകാം, അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നതാകാം. ആ സ്നേഹം, എല്ലാ സ്നേഹവും ദൈവികമല്ല. ദൈവികമാകണമെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൽ കൂടിയായിരിക്കണം ആ സ്നേഹം. അതിന് കണ്ടീഷനില്ല. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഒരല്ലേ പറഞ്ഞാട്ടെ. എനിക്കറിയാം നിങ്ങൾക്ക് ഈ ജഡത്തിൽ ക്രൂശിക്കുക എന്ന് പറയുന്ന അത്ര ഈസി കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ജഡത്തിന്റെ ക്രൂശീകരണം അത്ര ഈസി കാര്യമല്ല. കൊലോസ്യ ലേഖനം 3.
23. കൊലോസ്യരുടെ 3, കൊലോസ്യ ലേഖനം 3:23. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുക. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുക. അപ്പൊ മനുഷ്യർക്ക് ചെയ്യാമല്ലേ? മനുഷ്യർക്ക് ചെയ്യുന്നതൊക്കെ ആർക്ക് ചെയ്യുന്നതായിട്ട് കൂട്ടണമെന്നാ പറഞ്ഞേ? കർത്താവിന് എന്നതുപോലെ ചെയ്തെങ്കിലേ അത് മനസ്സോടാകുന്നുള്ളൂ അല്ലേ? ആണോ? അല്ലാതെ ചെയ്യുന്നതോ? നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നോക്കിയേ, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്നതുപോലെ മനസ്സോടെ ചെയ്യും. ഇനി ഞാൻ ചോദിക്കുന്നത്, കർത്താവിനെ കൂടാതെ വല്ലതും ചെയ്യാൻ പറ്റുമോ? കർത്താവിനെ കൂടാതെ ചെയ്താലത്തെ സ്ഥിതി എന്താ? എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? കർത്താവിനെ കൂടാതെ കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഒരേ കാര്യം മനുഷ്യർക്ക് വേണ്ടി ചെയ്യുക, കർത്താവിനെ കൂടാതെയും ചെയ്യാം, കർത്താവിനോട് പറഞ്ഞാൽ ചെയ്യാം. ഇത് നമ്മൾ വ്യത്യാസമുണ്ടല്ലേ? കർത്താവിനെ വിചാരിച്ചാ ചെയ്യുന്നെങ്കിലോ അവൻ തിരിച്ചെന്തേലും പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മറ്റേതോ ഞാൻ എന്ത് പാടുപെട്ടാന്നറിയോ? അപ്പൊ നമ്മളുടെ വിശുദ്ധി എന്താന്ന് നോക്കി. നിങ്ങൾ വിശുദ്ധി പഠിപ്പിക്കുകയില്ലേ? നമ്മളുടെ വിശുദ്ധി എന്തായിരിക്കും? നമ്മൾ പറയുക വെള്ളം ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വിശുദ്ധി എന്തായിരിക്കും? എന്തുകൊണ്ടാണ് കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞത്? കർത്താവിന് വേണ്ടി ജീവിച്ചാലേ ഈ മനുഷ്യർക്ക് കർത്താവിന് എന്ന പോലെ ചെയ്യാൻ പറ്റൂ. ഞാൻ ലിൻഡോയ്ക്ക് കർത്താവിന് എന്ന പോലെ ചെയ്യുന്നതും ഞാൻ ലിൻഡോയ്ക്ക് വേണ്ടി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ലിൻഡോയെ സ്നേഹിക്കുന്നതും കർത്താവിനെ സ്നേഹത്തിൽ സ്നേഹിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കർത്താവിനുള്ള സ്നേഹത്തിലാണ് ലിൻഡോ ഇനി ഇങ്ങോട്ട് എങ്ങനെ പ്രതികരിച്ചാലും എനിക്കൊരു വിഷയമേ അല്ല. പക്ഷേ ഞാൻ സ്നേഹിച്ചാൽ പ്രതികരിച്ചാൽ എനിക്ക് വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ജോലി ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാ? മനുഷ്യർക്ക് എന്ന പോലെ. പക്ഷെ അവിടെ ജോലി ചെയ്യുന്നിടത്ത് എവിടെ കൊണ്ടാക്കി വെച്ചാലും കർത്താവിന് എന്ന പോലെ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇത് വെളിപ്പെടാൻ ബുദ്ധിമുട്ടല്ലേ? നമുക്ക് വേണേൽ പുറമെ ആക്ഷനൊക്കെ കാണിക്കാം, ജോലി ചെയ്യുന്നതായിട്ടൊക്കെ വരുത്തി തീർക്കാം അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചൊക്കെ ചെയ്യാം. പക്ഷെങ്കിൽ കർത്താവിന് എന്ന പോലെ അങ്ങനെ ചെയ്ത് നിങ്ങൾ ചോദിക്കുക, ഇമാജിൻ ചെയ്ത് ഞാനൊരു ജോലി സ്ഥലത്ത് ചെയ്യുക, ഞാൻ ആ വ്യക്തിയെ കാണിക്കാൻ വേണ്ടി കുറെ കാര്യം ചെയ്യുമ്പോൾ കർത്താവിന് വേണ്ടി ചെയ്യുക. അപ്പൊ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ എങ്ങനെയായി ചെയ്യുന്നേ? കർത്താവിന് എന്ന പോലെ. കർത്താവ് വിചാരിക്കുക, എനിക്കെന്നതുപോലെ ചെയ്യുന്നത് കണ്ടില്ലേ അവന്? എന്തുകൊണ്ട് കർത്താവ് ഇതിന്റെ ഇടയ്ക്ക് എന്തുകൊണ്ട് നമ്മളെ ക്രിസ്തുവിലാക്കി? ക്രിസ്തുവിനല്ലാതെ ഒരിക്കലും സ്വയം പോകുന്നില്ല. എപ്പോഴും ഈർഷ്യ. ഞാനിപ്പോൾ ലിൻഡോയെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു, ലിൻഡോ എനിക്കെതിരെ എന്തെല്ലാം പ്രതികരിച്ചു, ഏതെങ്കിലും രീതിയിൽ ഒന്ന് ചിരിക്കുകയോ ഒന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഈർഷ്യ വരും. പക്ഷെ കർത്താവിനാ ചെയ്തെങ്കിൽ എനിക്ക് ഈർഷ്യ എന്തിനാ വരുന്നത്? കാരണം എന്റെ സ്നേഹം കർത്താവിനുള്ള സ്നേഹത്തിലാ. പ്രൈസ് ദി ലോർഡ്. ലിൻഡോ ഇങ്ങനെ പ്രതികരിക്കുന്നതനുസരിച്ചല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുറമെ കാണിക്കുന്ന പ്രസംഗിക്കുന്ന വിശുദ്ധി അല്ല വിശുദ്ധി. ഇതാ വിശുദ്ധി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്തിപ്പെടാൻ പറ്റുമോ? പറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അത് പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഒറ്റ കാര്യം, എനിക്ക് കർത്താവിന് വേണ്ടി ജീവിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്ത് പറയുന്നു അത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എനിക്കെതിരെ ഒരു വിഷയമേ അല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ വ്യക്തി എനിക്ക് വിഷയമല്ല. ഹല്ലേലൂയ. ആരോട് സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞോ? സ്നേഹിക്കുക. യൂദായെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞോ? യൂദായെ തെരഞ്ഞെടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യൂദാ എന്ത് ചെയ്യുന്നു അതൊരു വിഷയമേ അല്ല. പ്രൈസ് ദി ലോർഡ്. ഇതല്ലയോ പ്രിയപ്പെട്ടവരെ വിശുദ്ധി? വിശുദ്ധി വേർപാട് എന്താ? ഇതൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനൊന്ന് ജീവിച്ചു നോക്കിയേ. ഇവിടെ വരുമ്പോൾ കൈയടിക്കുമ്പോൾ കിട്ടുന്ന ദൈവസാന്നിധ്യം അല്ല ഇത്. ഇത് തുടർമാനമായി നമ്മളെ പിൻപറ്റുന്ന ഒരു ദൈവസാന്നിധ്യമാണ്.
ഒരു കോൺഫറൻസിൽ വരുമ്പോൾ കുതിച്ചു ചാടുന്ന ഒരു ദൈവസാന്നിധ്യമല്ല ഇത്. ഇത് നിരന്തരമായി ഏത് സാഹചര്യങ്ങൾ, ഏത് വ്യക്തിയാണെങ്കിലും ഹല്ലേലൂയ, തന്നിൽ കൂടി യേശു ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. തങ്ങളിൽ കൂടി യേശു ജീവിക്കുക. ആ സാന്നിധ്യം എപ്പോഴും അത് ആ വ്യക്തികളിലേക്ക് പകരപ്പെടും. പ്രൈസ് ദി ലോർഡ്. വേറൊരു മാർഗവുമില്ല. ആ വ്യക്തികളിലേക്ക് ഈ സ്നേഹം അതല്ലെങ്കിൽ ഇത് പ്രദർശിപ്പിക്കാൻ വേറെ യാതൊരു മാർഗവുമില്ല. ഞാൻ എന്ന വ്യക്തി ക്രൂശിക്കപ്പെട്ടല്ലേ പറ്റൂ. ഇനി എന്തെല്ലാം അന്യഭാഷയിൽ പറഞ്ഞാൽ, എന്തെല്ലാം ചാടി എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ന വ്യക്തി ക്രൂശിക്കപ്പെടത്തോളം കാലം ഈ സ്നേഹം വെളിപ്പെടത്തില്ല. എന്നിൽ മരണവും, പൗലോസ് പറയുന്നു, എന്നിൽ മരണവും നിങ്ങളിൽ ജീവനും വെളിപ്പെടും. എന്നിൽ മരണം നടക്കുന്നതനുസരിച്ചാണ് നിങ്ങൾ ജീവൻ വരുന്നത്. എന്നിലൊരു മരണം നടക്കാത്തിടത്തോളം കാലം ഈ ജീവൻ റിലീസ് ആകത്തില്ല. ജീസസ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല, കർത്താവിന് എന്ന പോലെ ചെയ്യുവി, മനസ്സോടെ ചെയ്യുവി. ഈ കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്താൽ എനിക്ക് എന്ത് ഈർഷ, എന്ത് പണക്കം. അതേസമയം നിങ്ങൾ ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ ആ പറച്ചിൽ വന്നപ്പോൾ തന്നെ എന്തുവാ അടുത്ത പറച്ചിൽ എന്തായിരിക്കും? പിന്നെ അവനാ ചെയ്യാൻ പോകുന്നേ, അങ്ങനെയൊക്കെ പറയാം. ഒരു കൽപ്പന ദൈവത്തിൽ നിങ്ങൾ അത് ചെയ്യണം. നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സോടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും പിന്നെ നടക്കുന്ന കാര്യം എല്ലാം പറ. പക്ഷെ മനുഷ്യ കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുകയും, കർത്താവില്ലാതെ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം കർത്താവിനെ കൂടെ ഒന്നും ചെയ്യുന്നില്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഇത് വെളിപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്താലും കർത്താവിന് വേണ്ടിയാ ചെയ്യുന്നത്. അങ്ങനെ പറ്റുമോ? ഞാൻ ഒരാളെ നോക്കി ചിരിക്കുന്നത് കർത്താവിന് വേണ്ടിയാ. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നത്. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും കർത്താവിന്റെ നാമത്തിൽ ചെയ്തും ഹല്ലേലൂയ അവന് സ്തോത്രവും പുകഴ്ചയും ഉണ്ടാകേണ്ടതിന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അതേസമയം വാക്കിനാലോ ക്രിയയാലോ എന്ത് എന്റെ നാമത്തിൽ ചെയ്താൽ എന്തൊരു പ്രശ്നമല്ലേ? പിന്നെ എന്റെ നാമത്തിൽ ഞാൻ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും അന്നേരം തൊട്ട് ഞാൻ ആ ചെയ്തതിന്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ? ആണോ? ഇല്ലേ? ആൾക്കാരുടെ പ്രതികരണം എന്താണ്? കർത്താവിന് ചെയ്താൽ എന്ത് എഫക്റ്റ്? ആരുമായിട്ട്? ഞാൻ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ് ചെയ്തത്. ആരുടെ പ്രതികരണം എനിക്ക് വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് യാതൊരു വിഷയമേ അല്ല. ഞാൻ കർത്താവിന് എന്നതുപോലെ ചെയ്തത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന് എന്നതുപോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല, കർത്താവിന് എന്നതുപോലെ മനസ്സോടെ ചെയ്യുക. അടുത്ത വചനം ഇമ്പോർട്ടന്റ്. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാ? നമുക്ക് വേണ്ടി ജീവിക്കാനാണോ? ഹലോ, ഈ വചനം ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടേ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. എങ്ങനെ സേവിക്കുന്നത്? കർത്താവിന് എന്ന പോലെ ഞാൻ ചെയ്യുമ്പോഴല്ലേ കർത്താവിനെ സേവിക്കുന്നത്. കർത്താവിന് എന്നതുപോലെ ചെയ്യാതെ ഈ അവകാശം എന്ന പ്രതിഫലം എങ്ങനെ കിട്ടുന്നേ? ഞാനിപ്പോൾ ജെറിക്ക് വേണ്ടി ചെയ്യുന്നു, കർത്താവിന് എന്നതുപോലെ അല്ല ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ടോ? നിങ്ങൾ നിങ്ങൾ എന്താ പറയുക, കബളിപ്പിക്കപ്പെട്ടു പോകരുത്. ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും പ്രതിഫലം ഇല്ല. ജഡത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കും പ്രതിഫലമില്ല. കർത്താവ് എന്ന പോലെ ചെയ്താൽ, കാരണം ജഡത്തിൽ ഞാൻ ചെയ്താൽ എന്തൊക്കെ പ്രശ്നമാവില്ല അല്ലേ? പിന്നെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ജെറിയല്ലേ, ജെറിയുടെ പ്രതികരണം ഓരോന്നും അല്ലേ? കാരണം ഞാനിത് ഹെൽപ്പ് ചെയ്തു പോയി. ഇനി ഓരോ പ്രതികരണം ജെറിയെ ഞാനിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഹെൽപ്പ് ചെയ്ത വ്യക്തിയാണ്, അവൻ്റെ പ്രതികരണമാണ് പിന്നെ എൻ്റെ ചിന്ത മൊത്തം അല്ലേ? കർത്താവിന് എന്ന പോലെ ചെയ്താലോ കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കും. ജെറിയുടെ ഞാൻ റിവാർഡ് പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ കർത്താവിൻ്റെ റിവാർഡ് പ്രതീക്ഷിക്കുന്നു. പക്ഷെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ജഡത്തിലാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിവാർഡ് മൊത്തം ജെറിയുടെ എന്നാണ്.
ജെറിയുടെ നിന്ന് പ്രതീക്ഷിക്കുന്ന, റിവാർഡ് പ്രതീക്ഷിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് പ്രതിഫലമില്ല. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം വെളിപ്പാടാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇവിടെ എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പ്രതിഫലമില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രതിഫലം ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പ്രതിഫലമില്ല. പക്ഷേ ജെറിക്ക് കർത്താവിന് എന്ന പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്രൂശിക്കപ്പെടണം, എൻ്റെ സ്വയം ക്രൂശിക്കപ്പെടണം. ക്രൂശ് എൻ്റെ സ്വയത്തെ കളയാത്തിടത്തോളം കാലം കർത്താവിന് എന്നതുപോലെ എനിക്ക് ജെറിക്കൊന്നും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറയും ഞാൻ പറഞ്ഞപ്പോൾ ഈസിയാ, പറ്റുമോ? സമ്മതിക്കത്തില്ല. ചെയ്യുമ്പോൾ തൊട്ട് തുടങ്ങും. ജഡം പറയും നീ ചെയ്തോ ഇല്ലയോടാ, നിനക്ക് ഒരു പ്രശംസയും കിട്ടിയില്ലല്ലോ. ഇവിടെ കിട്ടിയോ? പോയി. ചേർന്നതല്ലേ പറഞ്ഞാട്ടെ. ആത്മീയത വളരെ ആഴമാണ് കേട്ടോ, ഒത്തിരി ആഴമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു വന്നതിൻ്റെ ഉദ്ദേശം പാപക്ഷമ മാത്രമല്ല. പാപക്ഷമ ഒരു പാട്ടെന്നേ ഉള്ളൂ. യേശുവിനെ എൻ്റെ കൂടെ ജീവിക്കാനാ. ഞാൻ കർത്താവിന് എന്നതുപോലെ ജെറിക്ക് ചെയ്തില്ലെങ്കിൽ ആര് ജീവിക്കും? ഞാൻ ജീവിക്കും. കർത്താവിന് എന്നതുപോലെ അല്ല ഞാൻ ജെറിക്ക് ഞാനാ ചെയ്തെങ്കിൽ ഞാനാ ജീവിച്ചത്. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടവനാ. ക്രൂശിക്കപ്പെട്ട ഞാൻ എങ്ങനെ ജീവിക്കുന്നേ? കർത്താവ് ക്രൂശിച്ച ഞാൻ ജീവിക്കുക. ഇന്ന് ബിലീവേഴ്സ് അവരാ ജീവിക്കുന്ന, യേശുവല്ല. പ്രമാണിയായ ചെറുപ്പക്കാരൻ്റെ കൂട്ട് എന്തെല്ലാം നല്ല കാര്യം ചെയ്യുന്നുണ്ടല്ലേ, പക്ഷെ കർത്താവിന് വേണ്ടിയല്ല ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവരല്ലല്ലോ പറഞ്ഞാട്ടെ. മോനെ ഇതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു 21 തൊട്ടൊന്ന് എടുത്തു നോക്കി. ഞാൻ നോക്കാം. ജീസസ് കൊലോസ്യർ. അവരെ കോപിപ്പിക്കരുത്. കുറെ കമാൻഡ്മെന്റാണ് ചെയ്യുന്നത്. അതെല്ലാം കർത്താവ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 3 ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അതിന്റെ 17ാമത്തെ വാക്യം നോക്കി. ഞാൻ മേളോട്ട് കയറുന്നില്ല, ഞാൻ 17 തൊട്ട് വായിക്കാം. 17. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു. നോക്കി, വിശ്വാസി ചെയ്യേണ്ട കാര്യം വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും കർത്താവിനായ യേശുവിന്റെ നാമത്തിൽ ചെയ്യണം. എന്തുകൊണ്ടാണ് അത് പറഞ്ഞെന്നറിയോ? സ്വന്തമായിട്ട് ചെയ്താൽ പ്രശംസ എടുക്കും. അപ്പൊ നമുക്ക് വാക്ക് പോലും എവിടെ നിന്നായിരിക്കണം? കർത്താവിൽ നിന്നായിരിക്കണം. വാക്കിനാലോ ക്രിയ എന്ത് ചെയ്താലും നോക്കിയേ. And whatsoever you do in word or deed, do all in the name of the Lord Jesus. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും യേശുവിന്റെ നാമത്തിൽ കൊടുക്കുക. നിങ്ങൾക്കറിയാം അതല്ലേ? അല്ലേ? ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും ആരുടെ നാമത്തിൽ കൊടുക്കണമെന്നാ? യേശുവിന്റെ നാമത്തിൽ. പക്ഷെ ഇപ്പം കൊടുക്കുന്ന ആരുടെ നാമത്തിലാ? സ്വന്തം നാമത്തിലല്ലേ? എങ്ങനെ അറിയാം? നാട്ടുകാർ മൊത്തം അറിയാം സ്വന്തം നാമത്തിൽ കൊടുത്താൽ. പിന്നെ എൻ്റെ അകത്തും അറിയാം. പക്ഷെ യേശുവിന്റെ നാമത്തിൽ കൊടുത്താൽ ആരും അറിയത്തില്ല, ഞാനും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് മാത്രം അറിയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാ. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താൽ സകലവും കർത്താവായ യേശുവിന്റെ നാമം അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. അതാണ് സ്തോത്രം അല്ലേ? കർത്താവിന്റെ നാമത്തിൽ ചെയ്താൽ പിന്നെ എന്തോ ചെയ്യും? സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ നാമത്തിൽ ചെയ്താലോ എന്തുമായിരിക്കും പറയുന്നത്? മുഖംമൂടി ഉണ്ടെങ്കിലും എനിക്ക് അകത്തെ മുഖം കണ്ടാ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ നാമത്തിൽ ചെയ്താൽ സ്തോത്രമാണോ വരുന്നത്? പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? പ്രൈസ് ദി ലോർഡ്. ജീസസ്. പാസ്റ്ററേ, കോവിഡുമായിട്ട് ഞങ്ങളെ ഇത്രയും പേരെ ഇവിടെ കൊണ്ട് നിർത്തി. ഞാനല്ല ഇരുത്തിയേക്കുന്ന, ദൈവം കൊണ്ട് നിർത്തിയേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്തെന്നറിയാമോ? ദൈവത്തിന് നമ്മളിൽ ചിലത് വെളിപ്പെടാൻ ഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പുറമെ അല്ല, നമ്മളിൽ ഈ ദിവസങ്ങളിൽ നമ്മളിൽ ചിലത് വെളിപ്പെടാൻ ഇരിക്കുന്നു. നമ്മളിൽ വെളിപ്പെടുന്നെങ്കിൽ മാത്രമേ കർത്താവിൽ നിന്ന് ഫലം കിട്ടൂ. പ്രതിഫലം. ഹല്ലേലൂയ. നമ്മളിൽ വെളിപ്പെടുന്നതനുസരിച്ച് കർത്താവിൽ നിന്ന് ഫലം കിട്ടുന്നു. പ്രതിഫലം. ഹല്ലേലൂയ.
ജീസസ്. നമുക്ക് ഈ ക്രൂശ് ഇങ്ങോട്ട് എടുക്കാൻ വയ്യ കേട്ടോ. അതുകൊണ്ട് എന്താണെന്നറിയാമോ? ക്രൂശില്ലാതെ ഒരു ഉയർപ്പില്ല. എന്റെ അകത്ത് ക്രൂശ് മരിക്കുന്ന അനുസരിച്ചാണ് ഉയർപ്പ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എവിടൊക്കെ മരിച്ചു കിടക്കുന്ന അവിടെ ഉയർക്കണമെങ്കിൽ ഒരു ക്രൂശ് എന്റെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ജീസസ്. അസാധ്യമായ ഒരു സാധ്യം ആണ് ഉയർപ്പ്. ഉയർപ്പ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മരണത്തിൽ കൂടെ അല്ല, സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എവിടെങ്കിലും ഒരു മരണം സംഭവിക്കാതെ ഉയർപ്പ് നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് എന്നിൽ നടന്നാൽ അതിന്റെ ഹല്ലേലൂയ പവർ കാണാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ജീവൻ വ്യാപരിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റേതോ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് സ്തോത്രം ലഭിച്ചില്ലെങ്കിൽ പ്രശ്നമല്ലേ? ഓ, എന്തോ ആഴമല്ലേ? എനിക്ക് സ്തോത്രം ലഭിച്ചില്ലെങ്കിൽ അല്ലേ പോകുന്നുണ്ടെ നിങ്ങൾ പറയണം. എനിക്കറിയാം ഒരിക്കലും പറയത്തില്ലെന്ന്. നല്ല മെസ്സേജ് ആയിരുന്നു എന്ന് പറഞ്ഞാലേ എനിക്ക് ഒരു സന്തോഷമുള്ളൂ. എനിക്ക് യാതൊരു സന്തോഷവുമില്ല നല്ല മെസ്സേജ് ആണെന്ന് പറഞ്ഞില്ലേ. ഞാൻ ചോദിക്കാറുമില്ല, പറയാറുമില്ല. ദൈവത്തോട് മാത്രം ചോദിക്കുക, പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്ത വചനം. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും നമ്മൾ അടുത്ത വചനം 18. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാം വണ്ണം കീഴടങ്ങാൻ പറഞ്ഞ പോരെ. കീഴടങ്ങാൻ പറഞ്ഞ പോരെ. നിങ്ങൾ ഈ ബൈബിളിലല്ലാതെ വേറെ എവിടെയും കർത്താവ് ദൈവത്തിന് ഉചിതമാം വണ്ണം കീഴടങ്ങാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഇതാണ് ക്രിസ്ത്യാനിറ്റിയും മറ്റും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഈ വ്യക്തിക്ക് ഒരിക്കലും കർത്താവിലല്ലാതെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാൻ പറ്റത്തില്ല. വേറെ ഒരു മതത്തിലും കർത്താവിൽ കർത്താവിലല്ലാതെ ഒരിക്കലും ഭാര്യമാർക്ക് ഭർത്താവിന് കീഴടങ്ങാൻ ഒക്കത്തില്ല. കീഴടങ്ങുന്നില്ലെങ്കിൽ കർത്താവിലല്ല. സൗകര്യമാരാ കൂടുതൽ എന്നെ ദേഷിച്ചു നോക്കൊന്നും വേണ്ട. ഞാൻ വചനത്തിൽ നിന്ന് തന്നെ പ്രസംഗിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കീഴടങ്ങണമെന്നല്ല പറഞ്ഞേക്കുന്നത്. കർത്താവിനെ വിചാരിച്ച പ്രതിഫലം കർത്താവാ തരുന്നേ, ഭർത്താവല്ല. കർത്താവിന്റെ പ്രതിഫലം വേണോ? ഭർത്താവിന്റെ പ്രതിഫലം വേണോ? ജീസസ്. ഭാര്യമാരെ നോക്കി, വളരെ ഇമ്പോർട്ടൻ്റാ. ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിനെ കൂടാതെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാൻ ഒക്കത്തില്ല. കർത്താവിന് ഉചിതമാം വണ്ണം കീഴടങ്ങാൻ ഒക്കത്തില്ല. അതാണ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ്. കർത്താവിന് ഉചിതമാം വണ്ണം കീഴടങ്ങണമെങ്കിൽ കർത്താവിനെ കൂടാതെ എങ്ങനെ പറ്റുന്നത്? ഈ വചനം എങ്ങനെ കർത്താവിനെ കൂടാതെ നിർവഹിക്കും? അതുകൊണ്ടാണ് പറഞ്ഞ എല്ലാവർക്കും ഈ ബൈബിള് ഒരു ദൈവദാസൻ എങ്ങനെ എഴുതി. ബൈബിൾ എല്ലാവർക്കും അറിയാം, പക്ഷെങ്കിൽ അവരുടെ സ്വയമാണത് വായിക്കാനും അതിനെപ്പറ്റിയുള്ള പേടിയും നിമിത്തം, ന്യായവിധിയെ പറ്റിയുള്ള പേടിയും നിമിത്തമാണ് അത് വായിക്കാത്തത്. കാരണം അവർ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ തന്നോട് ഇടപെടുന്നെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പരിപാടി വേണ്ട, വേറെ വല്ലതും നമ്മളെ സുഖിപ്പിക്കുന്ന നോക്കിയാം എന്നാണ് അവരുടെ ധാരണ. ആ സമയം കൊണ്ട് വേറെന്തെല്ലാം ഈ പ്രോഗ്രാം കണ്ടാൽ എന്ത് സുഖമുണ്ട്. ഇതോ നമ്മളെ മാറ്റണം, നമ്മുടെ ന്യായവിധിയെ പറ്റിയാ പറയുന്ന ബൈബിള്. എങ്ങനെ വായിക്കും? അപ്പൊ സ്വയമാണ് ഇത് വായിക്കാൻ സമ്മതിക്കാത്തതെന്ന് ഒരു ദേവദാസൻ എഴുതി വെച്ചിരിക്കുന്നു. എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. ശരിയാണ്. അനേകർക്ക് ഇത് വായിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ല. അനേകർ ബൈബിൾ വായിക്കാത്തതിന്റെ കാരണം ബൈബിളും പ്രകാരം ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ല. വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, വേറെ എന്തെല്ലാം ജീവിതശൈലി ഈ ലോകത്തിലുണ്ട്, അത് പഠിക്കാനാണ് കൂടുതൽ താല്പര്യം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാം വണ്ണം വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പൊ കർത്താവിനെ അറിയാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാൻ പറ്റത്തില്ല. അടുത്ത വചനം. ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കൈപ്പായിരിക്കരുത്. ഇത് പറയുന്ന പോലെ തന്നെ യേശുവിൽ കൂടി അല്ലാതെ ഭാര്യമാരെ സ്നേഹിക്കാൻ പറ്റത്തില്ല. യേശുവിൽ കൂടി അല്ലാതെ എങ്ങനെ ദൈവസ്നേഹത്തിൽ? യേശുവിൽ കൂടി അല്ലാതെ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചാൽ കണ്ടീഷനില്ല. അവിടെ ഇങ്ങോട്ട് വരുന്നതനുസരിച്ചായിരിക്കും ഞാൻ സ്നേഹിക്കുന്നത്. എൻ്റെ സ്നേഹത്തിന് കണ്ടീഷനില്ല. യേശുവിൽ കൂടി മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് അപ്പുറമായി അത് സ്നേഹിക്കാൻ പറ്റൂ. വളരെ ക്ലിയർ കട്ടായത്. എന്തുകൊണ്ട് കർത്താവിൽ കൂടി അല്ലാതെ പറ്റത്തില്ല. എനിക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ എനിക്ക് സ്വയമായിട്ട് പറ്റത്തില്ല, യേശുവിൽ കൂടി അല്ലാതെ. ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പന അനുസരിക്കാൻ യേശുവിൽ കൂടി അല്ലാതെ എനിക്ക് സ്വയമായിട്ട് പറ്റത്തില്ല. പക്ഷെങ്കിൽ നിങ്ങൾ യേശുവിൽ കൂടി അല്ലാതെ ഇത് കൽപ്പന അനുസരിക്കാൻ ശ്രമിക്കും തോറും പരാജയം വരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ദുഃഖവും വരും, കരച്ചിലും വരും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യേശുവിനെ കൂടാതെ നിങ്ങൾ ഇതെല്ലാം ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടു, നിങ്ങൾ ദുഃഖിക്കുന്നതുകൊണ്ടും ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം ജഡത്തിലെ ദുഃഖമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം.
ജീസസ്. മക്കളെ, നിങ്ങളെ അപ്പനപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. ഇതെല്ലാം കർത്താവുമായിട്ട് ബന്ധപ്പെട്ട, ബൈബിൾ മൊത്തം കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സകലത്തിലും അനുസരിപ്പീൻ, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. അടുത്ത വചനം, പിതാക്കന്മാരെ നിങ്ങളെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. എങ്ങനെ കോപിപ്പിക്കാതിരിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം, ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. നോക്ക്, വളരെ ഇമ്പോർട്ടൻ്റ്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലല്ല, ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടും കൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ എത്ര അനുസരിക്കേണ്ടത്. നോക്ക്, ഇവിടെ കർത്താവ് നോക്കി കയറി വരുന്നത്. കർത്താവിനെ കൂടാതെ ഇത് ചെയ്യാൻ പറ്റുമോ? യേശുവിനെ കൂടാതെ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലല്ല. അപ്പൊ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരല്ല പ്രസാദിക്കേണ്ടത്, കർത്താവ് പ്രസാദിക്കേണ്ടത്. ദൃഷ്ടി സേവളാനല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. നോക്ക്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അടുത്ത വചനം നമ്മൾ മുമ്പേ വായിച്ച വചനം വായിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ എല്ലാം ക്രോഡീകരണമാണ്. നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിൻ എന്നതുപോലെ മനസ്സോടെ ചെയ്യുകയും. ജീസസ്. ഇത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മേളിൽ പറയുന്ന കാര്യമെല്ലാം സ്വയത്തിൽ നിന്നും ചെയ്യാം, കർത്താവിന് വേണ്ടിയും ചെയ്യാം. പക്ഷെ നമ്മളെ വിളിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടി ജീവിക്കാനാ? ആർക്കും അങ്ങോട്ട് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആർക്ക് വേണ്ടി ജീവിക്കാനാ? കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുന്നതാണോ? ആണോ? ബോധ്യമുണ്ട്. സന്തോഷമായിട്ടൊന്നല്ലല്ലോ പറഞ്ഞാട്ട്. എന്നെ വിളിച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ജീവിക്കാനാ? എനിക്ക് വേണ്ടി ജീവിക്കാനല്ല. എനിക്ക് വേണ്ടി ജീവിക്കാനല്ല എന്നെ വിളിച്ചിരിക്കുന്നത്, കർത്താവിന് വേണ്ടി ജീവിക്കാനാ. ഞാൻ എത്രയോ വചനം പറഞ്ഞല്ലേ, എനിക്ക് വേണ്ടി ജീവിക്കാനല്ല, കർത്താവിന് വേണ്ടി ജീവിക്കാനാ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്ന ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന് വേണ്ടി ജീവിക്കാൻ എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസവും ഈ വചനത്തിൽ നിന്നുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ സംസാരിച്ചു. ഏത്? റോമാലേഖനം 14 എടുത്ത് 7. ജീസസ്. ഹല്ലേലൂയ. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ്. For none of us liveth to himself and no man dieth to himself. നോക്കിയേ, നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നു, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. അപ്പോൾ കർത്താവിന് ഉചിതനാമണ്മേ സേവിക്കാൻ പറ്റും. ഇനി അത് സേവിച്ചില്ലല്ല പ്രശ്നം. 6ാമത്തെ വാക്യം തിന്നുന്ന കാര്യത്തിൽ കാണിക്കാം. തിന്നുന്നത് 6ാമത്തെ കാര്യം, ദിവസത്തെ ആദരിക്കുന്ന കർത്താവിനായി ആദരിക്കുന്നു. നോക്കിയേ, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. തിന്നുന്നത് പോലും കർത്താവിന് വേണ്ടിയിട്ടായിരിക്കണം. കർത്താവിന് വേണ്ടി തിന്നേലെ സ്വത്രം വരത്തോളം എന്നാ പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇനിയും 7 വായിച്ചല്ലോ. 8ാമത്തെ വാക്യം നോക്കിയേ, ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. ഇതെന്തുവാ സംശയം? ഇതിൻ്റെ അകത്ത് സംശയം നമ്മുടെ ജഡത്തിനേ ഉള്ളൂ. അല്ല, നമ്മളെ പഠിപ്പിച്ചു വന്നിരിക്കുന്ന സ്പിരിച്വാലിറ്റി അല്ലേ, ആത്മീയത. എനിക്ക് വേണ്ടി നന്നായി ജീവിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. അല്ല, കർത്താവിന് വേണ്ടി ജീവിക്കാത്തവർക്ക് ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പറ്റത്തില്ല. കർത്താവിന് വേണ്ടി ജീവിക്കുന്നതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അത് എന്നെക്കൊണ്ട് സ്വയമായിട്ട് പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞ 4 കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. യേശുവിന്റെ ജീവൻ കൂടി അല്ലാതെ യേശുവിനായി ജീവിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ ജീവൻ എൻ്റെ അകത്ത് വരാതെ യേശുവിനായി ജീവിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. നിങ്ങൾ ഇന്ന് പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. 4 കാറ്റഗറി ഞാൻ പറഞ്ഞു, അവസാനം ഞാൻ പറയാം. അതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ? പ്രൈസ് ദി ലോർഡ്. ജീസസ്. ഇത് നിങ്ങളുടെ അകത്ത് വളരെ ശക്തമായി വെളിപ്പെടണം. ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു. കർത്താവിനായി ജീവിക്കാത്തിടത്തോളം കാലം ദൈവം ആഗ്രഹിക്കുന്ന ഫലം ഇതിൽ കൂടി പുറത്തു വരത്തില്ല. എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചു തുടങ്ങിയോ അന്നേരം തൊട്ട് പാപം തുടങ്ങും. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലായിടവും പാപമാണ്. ഈർഷ്യ, പക, പിണക്കം, അസൂയ. എനിക്ക് വേണ്ടി ജീവിക്കുന്ന
എനിക്ക് വേണ്ടിയാ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ എല്ലാം പകയും പിണക്കവും ഈർഷ്യയും അസൂയമാണ്. കർത്താവിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവൾ ഇത് പോണേ. നിങ്ങൾ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കിയോ, കർത്താവിന് വേണ്ടി ചെയ്യാത്ത ശുശ്രൂഷ പോലും ദൈവികമല്ല. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ കർത്താവിന് വേണ്ടിയിട്ടല്ലെങ്കിൽ ദൈവികമല്ല. ദൃഷ്ടിസേവകളാലല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്യുന്ന ഈ ശുശ്രൂഷ എന്റെ ബെനിഫിറ്റിന് വേണ്ടിയാണെങ്കിൽ ദൈവികമല്ല. എന്റെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കർത്താവിനെ പ്രസാദിപ്പിക്കുക. ഞാനിവിടെ പൈസയുടെ കാര്യം സംസാരിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ കാണിക്കാം. പുറപ്പാട് പുസ്തകം സംസാരിക്കും, ഇടയ്ക്ക് പറയുകയുള്ളൂ. തരണമെന്ന് ആരെയും ഫോഴ്സ് ചെയ്യാറില്ല. 25-ാം അധ്യായം പുറപ്പാട് പുസ്തകം 25, എക്സഡസ് 25-1. യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, അടുത്ത വചനം, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. എന്ന് പറഞ്ഞാൽ നല്ല മനസ്സോടല്ലാത്തവരെ ഒരിക്കലും വാങ്ങരുത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, പറയുക. അപ്പൊ പറയുന്നത് തന്നെ ഓർത്തോണം, നിങ്ങൾ കോളടിച്ചെന്ന്. നോക്കിക്കുക, നിങ്ങൾ വചനം നോക്കിക്കേ. ദൈവത്തെ നിങ്ങൾ ഇതുവരെ അറിയാമോ? ഇല്ല. ഇങ്ങനൊരു ദൈവത്തെ അറിയാമോ? ഇല്ല. നമ്മൾ വിചാരിച്ചോടിക്കുന്ന അടിച്ച് പിടിച്ച് അയ്യോ ഒന്നില്ലെങ്കിൽ നമ്മളെ, ഇങ്ങനൊരു ദൈവത്തെ അറിയാമോ? അപ്പൊ നിങ്ങൾ ആരാധന ചെയ്യുന്നത് നല്ല മനസ്സോടെ അല്ലെങ്കിൽ ദൈവം പറഞ്ഞു വേണ്ട. പ്രാർത്ഥിക്കുന്ന നല്ല മനസ്സോടെ അല്ലെ വേണ്ട, ദൈവം പറഞ്ഞേക്കുക. വിഷം ഉണ്ടാക്കാനല്ല ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന. നോക്കി, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക, നല്ല മനസ്സോട് തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം, അല്ലാത്തവരോട് പോയി പണി നോക്കാൻ പറയാം. Of every man that giveth it willingly with his heart. ഇത്ര ഇമ്പോർട്ടൻ്റ് അറിയാം, ഹൃദയം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം. ഞാൻ സ്നേഹിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിലല്ലെങ്കിൽ ആ സ്നേഹം കളിപ്പീര. ഞാൻ കൊടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിലല്ലേ കളിപ്പീര. ഞാൻ ചെയ്യുന്നതെല്ലാം ദൈവത്തിന്റെ സ്നേഹത്തിലല്ല, അല്ലെങ്കിൽ എന്റെ ആത്മാവിൽ നിന്നല്ലെങ്കിൽ കളിപ്പീര. മനസ്സോടല്ല കൊണ്ടിരുന്നെങ്കിൽ അവൻ പ്രതിഫലം ആഗ്രഹിക്കുന്നില്ലേ? മനസ്സോട് കൊണ്ടിരുന്നതിന് പ്രതിഫലമാണോ ആവശ്യം? കർത്താവുമായുള്ള ബന്ധത്തിലാണ് കൊണ്ടിരുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവുമായുള്ള ബന്ധത്തിലാണോ പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണോ? നിങ്ങൾ ആരാധിക്കുന്ന കർത്താവിനോടുള്ള ബന്ധത്തിലാണോ അതോ പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണോ? പ്രിയപ്പെട്ടവർ, എനിക്കറിയാം ഇങ്ങനെ ആരും സൂക്ഷിക്കത്തില്ല. നിങ്ങൾ ഇന്നത്തെ ഈ ആത്മീയ കോളത്തിൽ പോയി നോക്കിയോ, ശുശ്രൂഷ വ്യക്തമായിട്ട് ദൈവം എനിക്കറിയാം, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ മേഖലയിലും ഈ കോവിഡ് സീസണിൽ കയറി ഇറങ്ങി. ബൈബിള് വ്യക്തമായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചു. എൻ്റെ മിടുക്കൊന്നുമല്ല, ദൈവത്തിന് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സത്യം എന്നെ പഠിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാണുന്നതെല്ലാം സത്യമല്ല, കാണുന്നതെല്ലാം ആത്മീയമല്ല. ഇതിൻ്റെ അകത്ത് ഒരു പുകഴ്ച എടുത്താൽ ശുശ്രൂഷയല്ല. പ്രൈസലോ, എനിക്ക് ഒത്തിരി വിഷമം തോന്നാറുണ്ട് ആത്മീയതയെ നോക്കി. ദൈവം എത്രമാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. വെറുതെ പറയുക, കൊണ്ടിരുന്നതും കൊണ്ടിട്ട് അവന് മാത്രമേ ഉള്ളൂ പ്രതിഫലം. വെറുതെ പറയുക,
പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചോട്ടെ, വചനം വായിക്കുന്നവൻ വായിച്ചോട്ടെ, അവനെയുള്ള പ്രതിഫലം. ചുമ്മാതെ നീ ഫോഴ്സ് ചെയ്തൊന്നും ആരെയും പഠിപ്പിക്കുകയോ വചനം വായിപ്പിക്കുകയോ പള്ളി വരാൻ പറയും ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. അവനെ കൊണ്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ദൈവത്തിന് അവനെ കൊണ്ട് കാര്യമില്ല. പിന്നെ അന്ന് എനിക്കെന്ത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഹൃദയത്തിൽ നല്ല നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കുന്നത്, അല്ലെ ഭർത്താവ് സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ്? നിങ്ങൾ ഇന്ന് വല്ല പ്രതിഫലം ഇച്ഛിച്ചിട്ടാണ് നിങ്ങളുടെ ഭാര്യ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ എന്തായിരിക്കും ജീവിതം? അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാ മേഖലയിലും നിങ്ങളൊന്ന് നോക്കി. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ പ്രതിഫലം ഇച്ഛിച്ചിട്ടാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എത്ര നീചനായിരിക്കും. പക്ഷെ ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അതാ ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ്. അതുകൊണ്ടാണ് പറഞ്ഞ ദൈവത്തിന്റെ വിശുദ്ധിയും ലോകത്തിന്റെ വിശുദ്ധിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ നീതിയും മനുഷ്യന്റെ നീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മനുഷ്യന്റെ നീതിക്ക് ഒരിക്കലും ദൈവത്തിന്റെ നീതി എന്നൊന്നും തിരിച്ചറിയത്തില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും? നിങ്ങളുടെ സ്വയം കൊണ്ട് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന നീതി നിങ്ങളുടെ സ്വയത്തിന് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന നീതി നിങ്ങളുടെ സ്വയത്തിന് ഒരിക്കലും കഴിയത്തില്ല. യേശുവിൽ കൂടി പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അല്ലാതെ ആ നീതി നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അവിടെ ഞാനെന്ന വ്യക്തിയുടെ മരണം സംഭവിക്കാതെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തില്ല. Glory to Lord. Praise the Lord. ഇങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ടോ? നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയം അങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കി. ഇതിൻ്റെ അകത്തും ദൈവത്തിന്റെ ഹൃദയം അറിയാം. ദൈവം നിങ്ങളെ ആരാധിക്കാൻ ഫോഴ്സ് ചെയ്യത്തില്ല. ദൈവം നിങ്ങളെ പ്രാർത്ഥിക്കാൻ ഫോഴ്സ് ചെയ്യത്തില്ല. ദൈവം ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഫോഴ്സ് ചെയ്യത്തില്ല. ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ ദൈവം ഒരിക്കലും ഫോഴ്സ് ചെയ്യത്തില്ല. കാരണം അങ്ങനെ ഫോഴ്സ് ചെയ്താൽ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി നിങ്ങൾ വെളുത്തില്ല. ഇപ്പൊ അറിയാം, ഇത് അന്നേരം അറിയാം ആർക്ക് വേണ്ടി ജീവിച്ചു, ആരെങ്ങനെ ജീവിച്ചു, പ്രതിഫലം കൊടുക്കുമ്പോൾ. ജീസസ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനേകർ വലിയ ഭക്തിയിൽ ജീവിക്കുന്ന തങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അനേകർ വലിയ ഭക്തിയിൽ ജീവിക്കുന്ന തങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചാൽ എന്ത് പ്രതിഫലം എനിക്ക്? പറ, ആര് പ്രതിഫലം തരണം? എനിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചെങ്കിൽ എന്ത് പ്രതിഫലം എനിക്ക് തരണം? നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങൾക്ക് ആരെന്ത് പ്രതിഫലം തരണം? ദൈവം തരണോ? അയ്യോ, ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഒരു ദോഷം ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നിന്ന് പ്രതിഫലം കിട്ടാൻ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചോ? അതോ നിങ്ങളുടെ ആത്മീയതയല്ല? ആത്മീയത എന്നും പറഞ്ഞ് ജീവിക്കുന്ന സ്വയത്തിന് വേണ്ടിയിട്ടാണ്. അത് ആത്മീയതയല്ല. ദൈവത്തിൽ നിന്ന് ആരംഭിക്കാത്ത ഒന്നും ആത്മീയതയല്ല. Glory to Lord. Glory. Praise the Lord. Praise the Lord. Hallelujah. ഇന്ന് സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എനിക്കറിയത്തില്ല, എൻ്റെ ഹൃദയം ദൈവം എൻ്റെ ഹൃദയത്തിൽ പകർന്ന് ഞാൻ പകർന്നു. എന്തൊരു സന്തോഷമാണെന്നറിയോ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത്. എനിക്ക് വേണ്ടി ജീവിക്കുന്ന എന്തോ ഒരു ഭാരമാണെന്നറിയോ? കർത്താവിന് വേണ്ടി ജീവിക്കുന്ന എന്തോ ഒരു സ്വാതന്ത്ര്യമാണെന്നറിയോ? എനിക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ഭാരമെല്ലാം ചുമന്നുകൊണ്ട് കിടക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഒന്നും ചുമക്കണ്ട. എൻ്റെ ആത്മാവിൽ ആ ഭാരം മൊത്തം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഭാരമേ എനിക്കുള്ളൂ, എൻ്റെ ഭാരമില്ല. പ്രൈസ് ദി ലോർഡ്.
എൻ്റെ അകത്തുള്ള ഭാരം മൊത്തം കർത്താവിന് എന്തൊക്കെ ഭാരമുണ്ടോ ആ ഭാരം മാത്രമേ ഉള്ളൂ. കർത്താവിന് വേണ്ടി ജീവിക്കാൻ. എന്തുകൊണ്ടാണ് ഇപ്പൊ ഭാരം ഇവിടെ ഇരിക്കുന്നേ? ആർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ? ജീസസ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് കൊരിന്ത്യരോട് ലേഖനം എഴുതി. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ നമ്മൾ ലേഖനം പഠിക്കുന്നത് വെറുതെ കയറി പഠിക്കുകയല്ല. കൊരിന്ത്യർ കുറെ വിഷയങ്ങളെ അയച്ചു കൊടുക്കും പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ. അതിൻ്റെ മറുപടിയാണ് അയക്കുന്നത്. അപ്പോൾ 3-4 ലെറ്റർ അയക്കുമ്പോഴാണ് ഒരു മറുപടി. അപ്പോൾ ഇതൊന്നും അറിയാൻ വയ്യാതെ കൊരിന്ത്യ ലേഖനം എടുത്ത് വെച്ച് പഠിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. എന്തെങ്കിലും ചോദ്യത്തിന് മറുപടി അയക്കുക. കൊരിന്ത്യർ ഇവിടൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നല്ലോ, ഒരാളെ വിട്ടു, തീത്തോസിനെ വിട്ടു, നോക്കി എന്താണ് സംഭവം. അപ്പോൾ അതിന് മറുപടി അയക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എന്താണെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ ശരിക്കും തിയോളജിയിലേക്ക് ഇതിൻ്റെ ഉറവിടം എന്തെന്ന് അറിയാതെ നമ്മൾ വചനം എടുത്ത് വെച്ച് വായിച്ചാൽ മനസ്സിലാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. പോട്ടെ, അതല്ല എൻ്റെ വിഷയം. എൻ്റെ ഒരു കാര്യം കാണിച്ചിട്ട് ശുശ്രൂഷ അവസാനിപ്പിക്കാൻ പോവാം. 1 കൊരിന്ത്യർ 2 വാക്യം. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 2 വാക്യം. നോക്കിയേ, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. എൻ്റെ അകത്തെ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വയത്തിൽ നിന്ന് വരുന്ന ഒന്നുപോലും വരാതെ. എന്നാൽ പൗലോസ് എന്ന വ്യക്തിക്ക് ഒരുപാട് ജ്ഞാനമുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അറിയാം, ഒത്തിരി ജഡത്തിൽ ഒരുപാട് പ്രശംസിക്കാനുണ്ട്. അതൊന്നും കൂടാതെ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാൻ വന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി. എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പ്രസ്താവിക്കുമ്പോൾ എന്നിൽ നിന്ന് ഒരൊറ്റ കാര്യം പോലും വരരുത്, എൻ്റെ മഹത്വം വരുന്ന ഒന്നുപോലും വരരുത്, യേശുവിൽ നിന്നല്ലാതെ. അടുത്ത വചനം എങ്ങനെയാ? ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ. ഓക്കെ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. നോക്കിയേ, അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പ്രസ്താവിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ വേറൊന്നും വെളിപ്പെടരുത്, എൻ്റെ നിന്ന് ഒന്നും വെളിപ്പെടരുത്. ക്രൂശിക്കപ്പെട്ട യേശു മുഖാന്തരം നിങ്ങൾക്ക് എന്തെല്ലാം ലഭിക്കാൻ പോകുന്നു അത് മാത്രം വെളിപ്പെടണം. യേശു ക്രൂശിക്കപ്പെട്ടത് മൂലം നിങ്ങളിൽ എന്തെല്ലാം സംഭവിക്കണം അത് വെളിപ്പെടണം. Praise the Lord. പൗലോസ് വന്ന് നിൽക്കുമ്പോൾ പൗലോസിന്റെ ജ്ഞാനമോ തൻ്റെതായതൊന്നും വെളിപ്പെടരുത്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടണം. അപ്പൊ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ വരച്ച് കാട്ടുമ്പോൾ നിങ്ങളിൽ സംഭവിക്കുന്ന ക്രൂശ്, അതിൽ കൂടി യേശുവിന്റെ ജീവന്റെ സമൃദ്ധി വെളിപ്പെടും. ഞാൻ വേറൊരു ദിവസം പ്രസംഗിക്കാം. അടുത്ത വചനം കൂടെ വായിച്ചിട്ട് നിർത്തുക. ഞാൻ ബലഹീനതയോടും ഭയത്തോടും കൂടെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇരുന്നു. നോക്കി, എന്തിനാ ഈ ബലഹീനതയും ഭയവും നടുക്കവും? എന്നിൽ നിന്ന് വല്ലതും വരുമോ? എൻ്റെ ജ്ഞാനം വല്ലതും പുറത്തു വരുമോ? ക്രൂശിക്കപ്പെട്ട യേശുവിൽ അല്ലാതെ വേറെന്തെങ്കിലും എന്നിൽ നിന്ന് വരുമോ? കാരണം എന്താ? അത് വന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്നിലായി പോകും, ക്രൂശിക്കപ്പെട്ട യേശുവിലല്ല. പൗലോസ് വളരെ ബലഹീനതയോടും ഭയത്തോടും നടുക്കത്തോടും ഇരിക്കുന്നത് പ്രസംഗിക്കുമ്പോൾ എന്നിലേക്ക് നിങ്ങളുടെ വിശ്വാസം വരുമോ അതോ ക്രൂശിക്കപ്പെട്ട യേശുവിലേക്കാകുമോ? നിങ്ങളുടെ വിശ്വാസത്തിന്, അടുത്ത വചനം, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടത്. നോക്കിയേ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിച്ചാലേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ വിശ്വാസം ദൈവത്തിന്റെ ശക്തിയിലേക്ക് പോവുകയുള്ളൂ, മനുഷ്യരുടെ ജ്ഞാനമല്ല. Praise the Lord. Praise the Lord. നോക്കിയേ, പൗലോസ് പ്രസംഗിക്കുമ്പോൾ താൻ എന്ന വ്യക്തി ക്രൂശിക്കപ്പെട്ടാ നിൽക്കുന്നത്. ക്രൂശിക്കപ്പെട്ട് നിൽക്കുന്ന പൗലോസിൽ കൂടി ഒരൊറ്റ ആളെ വെളിപ്പെടൂ, ക്രൂശിക്കപ്പെട്ട യേശു, ജീസസ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഈ ലേഖനം എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അതിന്റെ 1 കൊരിന്ത്യർ 1:7. ജീസസ്. 1 കൊരിന്ത്യർ 1:7. നോക്കിയേ, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവത്തിലും കുറവില്ലാത്തവരായി
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഈ കൊരിന്ത്യ സഭയ്ക്കകത്ത് കൃപാവരത്തിന് യാതൊരു കുറവുമില്ല. അവരോടാ എഴുതുന്നത് കേട്ടോ. അപ്പൊ കൃപാവരം കൊണ്ട് മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു സഭയോട് പറയാ, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിൽ 6-ാമത്തെ വാക്യം കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്ര സമ്പന്നരാകുന്നു. 6-ാമത്തെ വാക്യം, അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നനായി തീർന്നു. നോക്കിയ കൊരിന്ത്യ സഭ. 7-ാമത്തെ വാക്യം, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഇവരുടെ ക്വാളിറ്റി അല്ലേ, ഇവരുടെ ക്വാളിറ്റിയാണ് കൃപാവരത്തിൽ ഒന്നും കുറവില്ല, എന്തും കൊണ്ട് സമ്പൂർണരാ. ഇവരെ പറ്റി 3-ാം അധ്യായം, ഇത് 1-ാം അധ്യായമല്ല 3-ാം അധ്യായം വായിച്ച് 1-ാമത്തെ വാക്യം 3. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരെന്ന പോലെ അല്ല. നോക്കിയാൽ അപ്പൊ കൃപാവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആത്മീയരാണെന്നില്ല. ജഡികന്മാരെന്നതുപോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിയുള്ളൂ. നോക്കി, അപ്പൊ കൃപാവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ക്രിസ്തുവിൽ ശിഷ്യരാ. ബൈബിളിലാ കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുക 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കും, നിങ്ങൾ കംപ്ലീറ്റ് പരിജ്ഞാനം കൊണ്ടും വചനം കൊണ്ടും നിറഞ്ഞു നിങ്ങൾ സമ്പന്നരാണ്, നിങ്ങൾക്ക് കൃപാവരമുണ്ട്. പക്ഷെങ്കിൽ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ചോദിക്കുന്ന സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോടെന്നതുപോലെ അല്ല, ജഡികന്മാരോടെന്നതുപോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്നതുപോലെ അത്രയും സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ടാ? അടുത്ത വചനം, ഭക്ഷണമല്ല പാൽ അത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവായില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡികരല്ലോ. അടുത്ത വചനം, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കുന്നു. നോക്കി, കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിരിക്കുമ്പോഴും ഈർഷ്യയും പിണക്കവും ഇരിക്കുന്നു. അപ്പൊ ആ കൃപാവരം ഓപ്പറേറ്റ് ചെയ്ത് എവിടെ നിന്നായിരിക്കും? യേശുവാണ് കൃപാവരം ഓപ്പറേറ്റ് ചെയ്തെങ്കിൽ ഒരിക്കലും ഈർഷ്യയും പിണക്കവും വരത്തില്ല. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആർക്കു വേണ്ടി ജീവിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി ഈർഷ്യയും പിണക്കവും പോകാൻ യേശുവിന് വേണ്ടി ജീവിക്കാതെ എവിടെ ഞാൻ ജീവിച്ചോ ഇത് വരും. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്ന വ്യക്തി ജീവിക്കുന്നിടത്തോളം കാലം എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ഉപവസിച്ചാലും, എത്ര വചനം കേട്ടാലും ഇത് പോകത്തില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ, യേശുവിന് വേണ്ടി ജീവിക്കുക. യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുകയല്ല, യേശു എന്നിൽ കൂടി ജീവിക്കണം. യേശുവിൻ്റെ ജീവൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ജീസസ്. ഇത് നമ്മൾ എത്ര നാൾ നിന്ന് പ്രാർത്ഥിച്ചാലും പോകത്തില്ല. ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാം, യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ മാത്രമേ ഇത് പോവുകയുള്ളൂ. കാരണം എനിക്ക് പ്രശംസയില്ല. സ്വയത്തിനല്ലാതെ ഈർഷ്യയും പകയും പിണക്കവും ജഡത്തിൻ്റെതായ ഒരു കാര്യവും സ്വയം നിലനിൽക്കുക, സ്വയം ക്രൂശിക്കപ്പെട്ടാൽ പിന്നെ ഇത് വെളിപ്പെടത്തില്ല. ജീസസ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നോക്കിയേ, ഭയങ്കര ഇതാ. യു ആർ എറ്റ് കാർണൽ, ഫോർ വേറസ് there is among you envying and strife and divisions. Are you not carnal and walk as men? സാധാരണ മനുഷ്യരെ പോലെ ആണല്ലോ എന്നാണ് നിങ്ങൾ ചോദിക്കും. മറ്റു മനുഷ്യരെ പോലെ, മറ്റു മനുഷ്യരുടെ ഇടയിൽ എന്തോ ഉണ്ട്? ഈർഷ്യയും പകയെല്ലാം ഉണ്ട്. അത് നിങ്ങളിലും ഉണ്ടല്ലോ എന്നാ പറഞ്ഞു. ക്രിസ്തുവിനായിട്ടും ഇത് ഉണ്ട്. ക്രിസ്തുവിനെ സ്വീകരിച്ച എന്തിനാ? ഇത് പോകാൻ വേണ്ടിയിട്ടാ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനാ. ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൊത്തം ബൈബിളും ഞാൻ പഠിച്ചു നോക്കി. എല്ലാ ആത്മീയതയിലും കയറി കഴിഞ്ഞാൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഇത് പോകാൻ. യേശുവിന് വേണ്ടി ജീവിക്കുക. സ്വയത്തിൽ നിന്നല്ല, യേശുവിന്റെ ജീവൻ കൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ പറഞ്ഞത്, 2 ജീവനുണ്ട്. ആർക്ക് 2 ജീവനുണ്ട്?
വീണ്ടും ജനിച്ചവർക്ക് 2 ജീവനുണ്ട്, വീണ്ടും ജനിക്കാത്തവർക്ക് ഒറ്റ ജീവനേ ഉള്ളൂ. കാരണം എന്താ? ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ജനിച്ചപ്പോൾ ഒരു ജീവനുണ്ട്, യേശുവിൽ നിന്ന് ജനിച്ചപ്പോൾ ഒരു ജീവനുണ്ട്, 2 ജീവനുണ്ട്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് ജനിച്ച ജീവന് അതേ സ്വഭാവം, യേശുവിൽ നിന്ന് ജനിച്ച ജീവൻ അതേ സ്വഭാവം. ഈ കുടുംബത്തിൽ നിന്ന് ജനിച്ച ജീവനെ ഞാൻ മരിപ്പിച്ചാലേ പറ്റൂ. കുടുംബത്തിന്റെ ജനിച്ച ജീവന്റെ അകത്താണ് എൻ്റെ ഇഷ്ടങ്ങള്, എൻ്റെതായ പാപങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, ഇതെല്ലാം കിടക്കുക. ഇത് മറ്റിടത്തെല്ലാം ദൈവത്തിൻ്റെയാണ്. ഇത് മരിക്കുന്നതനുസരിച്ച് അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. സിമ്പിളായിട്ടുള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തേ പ്രശംസ? ഇവിടെ പ്രശംസിക്കാനാ. ഇത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രശംസിക്കാം. മറ്റേ അങ്ങനെ അല്ലേ? പൂർണ്ണാലിലെ ഞങ്ങൾ ഓർത്തഡോക്സ് സഭയിലെ വലിയ 28 വീട്ടുകാരൊക്കെ ഉള്ള കുടുംബമാണ്. പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒന്ന് പിടിക്കുമായിരുന്നു. ഇപ്പം മനസ്സിലായി മരിച്ചു, ഇനി അവിടെ ഒന്നുമില്ല, ഭർത്താവ് ക്രൂശിച്ചതാ, ഇനി അവിടും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരൊറ്റ ആളെ ഉയർത്തുക എന്നുള്ളതേ ഉള്ളൂ, യേശുവിനെ ഉയർത്തുക. ലഭിച്ചതല്ല യേശുവിൽ കൂടി, ജീവിക്കുന്നത് യേശുവിൽ കൂടി. ജീവിക്കുന്നത് യേശുവിന് വേണ്ടി, പൂർണ്ണാൽ കുടുംബത്തിന് വേണ്ടി അല്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ആ സ്റ്റാറ്റസ് നിലനിർത്താൻ അല്ല ജീവിക്കുന്നത്, യേശുവിന് വേണ്ടി ജീവിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ സ്റ്റാറ്റസ് നിലനിർത്താനും യേശുവിന്റെ സ്റ്റാറ്റസ് കൂടെ ഒന്നിച്ചു പോകത്തില്ല. ഒന്നിയും യേശുവിന്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാറ്റസ്. ഇതിപ്പോ കുഴപ്പമെന്നാ പറ്റി എന്തറിയാമോ? മിക്സാ. അവിടുത്തേതും ഉണ്ട്, ഇവിടുത്തേതും ഉണ്ട്, മിക്സ്. പിശാച് നല്ല സുഖമാണ്. ആത്മീയത വെളിപ്പെടുന്ന മൊത്തം മിക്സാ. ഇവിടുത്തെ കുറെ ഇഷ്ടങ്ങൾ, ഇവിടുത്തെ കുറെ ഇഷ്ടങ്ങൾ, രണ്ടുപേരും കൂടെ കൂട്ടി എന്നിട്ട് കരച്ചിലും പിടിച്ചിലും ഒക്കെയാണ്. പക്ഷെ ഇവിടുത്തെ മാത്രം പുകി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമേ ഇല്ല. ചേർന്നല്ലേ പറ. കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി 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 ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. എന്തൊരു സ്വാതന്ത്ര്യം അല്ലേ ക്രിസ്തുവിൽ! എന്തൊരു സ്വാതന്ത്ര്യം! ഞാനിക്കങ്ങ് സന്തോഷമാണ്. ക്രിസ്തുവിൽ എന്തൊരു സ്വാതന്ത്ര്യം! എല്ലാ കെട്ടും പൊട്ടി, പാരമ്പര്യത്തിന്റെ കെട്ടും പൊട്ടി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്തൊരു സ്വാതന്ത്ര്യമാണ് ക്രിസ്തുയേശുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറിവാക്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യും. എന്തുവായിരുന്നു കുറിവാക്യം? നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? യേശുവിന്റെ ജീവൻ എനിക്ക് തന്നെ എന്തിനാ? കാൽവറിയിൽ മരിച്ചു. യേശു കാൽവറിയിൽ മരിച്ചതിന്റെ കാരണം എന്താ? കാൽവറിയിൽ മരിച്ചത് എന്നെ കൊല്ലാനാ, എൻ്റെ ക്രൂശ്. കാരണം എൻ്റെ സ്വയം, എൻ്റെ ഈ ലോകത്തിൽ നിന്ന് കിട്ടിയ ഒരു ജീവിതം, അല്ലെങ്കിൽ അതിനെ ഗ്രീക്കിൽ സൂക്കേ ലൈഫ് എന്നാണ് പറയുന്നത്. സൂക്കേ ലൈഫിനെ കൊല്ലുക. സൂക്കേ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജഡത്തിലുള്ള ജീവൻ, അതിനാണ് എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം ജീവിക്കുവാൻ. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ കിട്ടിയ ലൈഫ്, യേശുവിൻ്റെ ജീവൻ, അത് സ്വയ ലൈഫ്, അതെൻ്റെ ആത്മാവിലാണ് കിട്ടിയത്. സ്വയ എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രീക്ക് വേർഡ്, അതെൻ്റെ ആത്മാവിൽ കിട്ടി. അപ്പോൾ സൂക്കേ ലൈഫും സ്വയ ലൈഫും വീണ്ടും ജനിച്ചൊരു വ്യക്തിയിലുണ്ട്. പക്ഷെങ്കിൽ ദൈവം പറയുന്നു, ഈ ലൈഫിനെ കളഞ്ഞാൽ, തൻ്റെ ജീവനെ കളഞ്ഞാൽ ഈ ജീവനെ നേടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ സ്വയജീവനെ കളഞ്ഞാൽ യേശുവിന്റെ ജീവൻ, ഹല്ലേലൂയ, അതിനെ നേടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സ്വയജീവൻ മരിച്ചെങ്കിൽ മാത്രമേ യേശുവിന്റെ ജീവൻ എന്നിൽ കൂടി ജീവിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ്. യേശുവിന്റെ ജീവൻ ആർക്ക് വേണ്ടി ജീവിക്കാനാ? എൻ്റെ സ്വയജീവൻ എനിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ യേശുവിന്റെ ജീവൻ യേശുവിന് വേണ്ടി ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ദൈവത്തിന് പർപ്പസ് ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ പരമവിളി. ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്നതാ, എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചിട്ട് ദൈവത്തിന്റെ പരമവിളിയിലേക്ക് ഓടുക. പ്രൈസ് ദി ലോർഡ്. ആ ലാക്കിലേക്കാണ് ഞാൻ ഓടുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ ജീവൻ എനിക്ക് തന്നതിന്റെ കൂടി എന്നിൽ കൂടി ഒരു വലിയ ദൈവപ്രവൃത്തി ചെയ്യാനുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ അല്ലാതെ എനിക്ക് സ്വയമായിട്ട് ജീവിക്കാനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കാത്തതിന്റെ കാരണം എൻ്റെ സ്വയം അവിടെ നിൽക്കുന്നു. അതിനെ മരിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ അത് വെളിപ്പെട്ട് വരൂ. കരങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി 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 ഗ്ലോറി, വെരി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഏറ്റവും ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ആരംഭിക്കാത്തതൊന്നും ആത്മീയനല്ല. കാരണം ആത്മീയം എന്ന് പറയുന്നതിനെ നിങ്ങൾക്കറിയത്തില്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്ന് ആരംഭിക്കാത്തത് വല്ല ആത്മീയതാണ്. എൻ്റെ പേര് തന്നെ നിങ്ങൾക്കറിയത്തില്ല. സ്പിരിച്വൽ ലൈഫ് ഈസ് സ്പിരിച്വൽ. അല്ലെങ്കിൽ ആത്മീയൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്ന് വരാത്തതെല്ലാം സ്പിരിച്വൽ ആകും. ചേർന്നല്ലല്ലോ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആത്മാവിൽ നിന്ന് വരാത്തതൊന്നും എന്തല്ല, ആത്മീയമല്ല. എൻ്റെ പേര് തന്നെ ആത്മീയൻ എന്നാ. നീ ഒരു ആത്മീയനാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആത്മാവിലാണോ ജീവിക്കുന്നതെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ജഡത്തെ ഒരിക്കലും ആത്മീയമാക്കാൻ പറ്റത്തില്ല. ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡം, ആത്മാവിൽ നിന്ന് ജനിച്ചത് മാത്രമേ ആത്മാവായി മാറൂ. ഹല്ലേലൂയ,
പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അകത്ത് എനിക്ക് ആത്മീയൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അകത്ത് വന്നത് എന്നെ ആത്മീയമായി വളർത്താനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയമായി എന്നെ വളർത്തിയെടുക്കാനാ. ഹല്ലേലൂയ. ജഡീകനായ എന്നെ ആത്മീയനാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. ഗ്ലോറി. കരങ്ങത്തട്ട് ദൈവത്തിന് മാത്രം കൊടുത്താട്ടെ. ദൈവത്തിന്റെ അത്ഭുതം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി 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 ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അകത്തൊരു ജയമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാരണം നിങ്ങളുടെ ജീവനല്ല, ഹല്ലേലൂയ, യേശുവിന്റെ ജീവനാണ് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത്. യേശുവിന്റെ ജീവന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. അതിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അത് നിങ്ങളെ മാറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കൂടി വെളിപ്പെടും. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് സുവിശേഷം അവസാനിപ്പിക്കുന്നു. നല്ല പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം സഭയായിട്ട് ഒരുമിച്ച് വന്ന ദൈവത്തെ ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, വചനത്തിൽ നിന്ന് പഠിക്കുവാൻ നീ ഇടയാക്കിയല്ലോ. ഞങ്ങളെ കേൾപ്പിച്ച ശബ്ദം നിന്റെ ശബ്ദമാണ്. നീ എന്ത് ഞങ്ങളിൽ കൂടി ആഗ്രഹിക്കുന്നു? ഞങ്ങളിൽ എന്ത് വെളിപ്പെടണം? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനെ പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കണമെങ്കിൽ ആദ്യം അത് ഞങ്ങളിൽ വെളിപ്പെടണം. ഞങ്ങളിലൊരു മരണം സംഭവിച്ചെങ്കിലേ ജീവൻ, നിന്റെ ജീവൻ ഞങ്ങളിൽ കൂടി വെളിപ്പെടും. ഓ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം യേശുവിന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെടത്തില്ല എന്നുള്ള സന്ദേശം ഞങ്ങൾ കേട്ടു. ഏതൊക്കെ മേഖലയിൽ ഞങ്ങളുടെ ജീവന്റെ മരണം സംഭവിക്കുന്നു ആ മേഖലയിലൊക്കെ യേശുവിന്റെ ജീവന്റെ സമൃദ്ധി വെളിപ്പെടും. ഓ ഹല്ലേലൂയ. അത് ഇരുട്ടിനെ കീറി മുറിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് മരിച്ചു കിടക്കുന്നതിനെ ഉയർപ്പിക്കും. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. ഗ്ലോറി ഗ്ലോറി. അത് ഇരുട്ടിന്റെ മണ്ഡലത്തെ പൊട്ടിച്ച് പുറത്തു വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശാന്തന മദഗടക ശതര രഗടിക ശിഖൽ ഹരവരഗടക ശാന്തര രീഗൽ ഖനമന ഗടക ജിയാൽ കരവ ഹരവരഗടക ജിയാൽ കര ഗടക ദിയാൽ കര മദഗ ശിഖൽ ഖന മദഗ ശിഖന്തര ഹരവല്ല വരഗടക ദിഗ ദിഗ ശിഖൽ ഖന രഗടി അന്ധരോരഗൽ ഖര ദിഗ ശിഖല. ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജീവൻ നിങ്ങൾ കൂടി വെളിപ്പെടും. നിങ്ങൾ നടക്കുന്ന ഓരോ മരണത്തിന്റെ അകത്തും ഉയർപ്പിന്റെ ശക്തി, അത് നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഉയർപ്പിന്റെ ശക്തി സ്വാധീനിക്കും. എവിടൊക്കെ ഇരുട്ടുണ്ടോ, എവിടൊക്കെ മരണം സംഭവിച്ചിട്ടുണ്ടോ, അവിടൊക്കെ ജീവന്റെ സമൃദ്ധി. ഹല്ലേലൂയ. ഓ നിങ്ങളിൽ എന്ത് മരണം നടക്കുന്നോ അവിടെ ജീവൻ നടക്കും. പൗലോസ് പറഞ്ഞു, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കും. യെസ്. യേശുവിൽ ഒരു മരണം സംഭവിച്ചപ്പോൾ എന്നിലൊരു ജീവൻ വ്യാപരിച്ചു. ഓ, യേശുവിൽ ഒരു മരണം സംഭവിച്ചപ്പോൾ എന്നിൽ ജീവൻ വ്യാപരിച്ചു. എന്നിലൊരു മരണം സംഭവിച്ചാൽ അത് നിങ്ങളിൽ ജീവൻ വ്യാപരിക്കും. ഓ ജീസസ്. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നു. ഹോ ശിഖ രാധാ ഗസി ഖല രഗടക. നരമ്പുകൾ ജീവൻ പ്രാപിക്കും. നിന്റെ ശരീരത്തിലുള്ള മരണത്തിന്റെ അവസ്ഥകൾ ജീവൻ പ്രാപിക്കട്ടെ. യെസ്. മരിച്ചു കിടക്കുന്ന സെല്ല്, യെസ്, നെർവ്സ്, ഞാടി നരമ്പുകൾ, ഹല്ലേലൂയ, ജീവൻ പ്രാപിക്കട്ടെ. വേദനകൾ അപ്രത്യക്ഷമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എവിടൊക്കെ ഞാടി നരമ്പുകൾ, ഹല്ലേലൂയ, മരിച്ച അവസ്ഥയുണ്ടോ ജീവന്റെ സമൃദ്ധി വ്യാപരിക്കട്ടെ. ഓ സെല്ലുകൾ, ഹല്ലേലൂയ, ജീവൻ പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓരികൾ ഖരാദിക സീഖലഹരാദക. ഓ രക്തസി ഖരോദിക സീഖൽ ഖരവദക സീഖലരദിയാസഹ. ഏതൊക്കെ മേഖലയിൽ മരണം നിന്റെ ഭവനത്തിന്റെ അകത്ത്, യെസ്, ചിലത് ജീവിക്കപ്പെടട്ടെ, ചിലത് ജീവിക്കപ്പെടട്ടെ. ഓ, മനുഷ്യന് കഴിയത്തില്ല, മനുഷ്യന് കഴിയാത്തത് ചിലത്.
താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. ഏതൊക്കെ മേഖലയിൽ മരണം സംഭവിക്കുന്നോ ആ മേഖലയിൽ കൂടി ജീവന്റെ സമൃദ്ധി വെളിപ്പെടുന്നു. എവിടെ എന്നിൽ മരണം സംഭവിച്ചോ അത് ചിലരിൽ ജീവനായി മാറുന്നു. ചില മരിച്ച അവസ്ഥകൾക്ക് ജീവൻ പ്രാപിക്കട്ടെ. ഒരിക്കലും ഉയരക്കത്തില്ലെന്ന് പറഞ്ഞ മേഖലകൾ, ഒരിക്കലും ഉയരക്കത്തില്ലെന്ന് പറഞ്ഞ മേഖലകളിൽ ഉയർപ്പ് സംഭവിക്കട്ടെ. Thank you, Father. Thank you. Thank you, Father. ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നീ ചെയ്ത നല്ല പ്രവൃത്തികൾക്കായി സ്തോത്രം. ഞാനല്ല നീയാ ചെയ്യുന്നത്, ഞാനല്ല ജീവിക്കുന്നത്, നീയാ ജീവിക്കുന്നത്. നിനക്കെന്ത് ചെയ്യണമെന്നോ നീ ചെയ്യണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, നീയാ പ്രവർത്തിക്കുന്നത്. എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ചിന്തയല്ല, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ, നിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അത് കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ, വ്യക്തികളുടെ ഹൃദയത്തിൽ വെളിപ്പെടട്ടെ, വ്യക്തികളുടെ ഹൃദയത്തിൽ വെളിപ്പെടട്ടെ. ചില ഹൃദയങ്ങളെ ദൈവം മാറ്റട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്ന കർത്താവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീ കേൾപ്പിച്ച ദൈവവചനം പരിശുദ്ധാത്മാവ് തന്നെ അത് വെളിപ്പാടായി ജനത്തിൻ്റെ ഇടയിൽ വെളിപ്പെട്ടു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നീ ഇന്ന് സംസാരിച്ച വചനത്തിൻ്റെ വെളിപ്പാട് അവർക്ക് കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വെറുതെ അയച്ച ഒരു വചനമല്ല, നീ ഒരു വചനം അയച്ചാൽ ഇത് പ്രവർത്തിക്കാതെ മടങ്ങത്തില്ലെന്ന ദൈവത്തിൻ്റെ വാക്കുവ. അങ്ങനെയെങ്കിൽ കർത്താവെ, ഇവിടുന്ന് അയച്ച വചനം ഒരു മനുഷ്യനല്ല അയച്ചത്, നീ തന്നെ അയച്ചെങ്കിൽ നീ തന്നെ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുതത്തിനായി നന്ദി പറയുന്നു കർത്താവെ. ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്ന് കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കായി സ്തോത്രം. വന്ന ജനത്തെ എല്ലാം അനുഗ്രഹിക്കുന്നു. അവരുടെ വിഷയത്തിന് മേൽ ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിച്ചതിനായി സ്തോത്രം. ഭാരങ്ങൾ മാറിയതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. സൗഖ്യങ്ങൾ വ്യാപരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വിഷയത്തിൻ്റെ മേലുള്ള മറുപടികൾ അയച്ചതിനായി നന്ദി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുക. ഇന്ന് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് കടന്നു വരാൻ സാധിക്കാത്തവരെ ഓർക്കുന്നു. അവരെയും കർത്താവെ, ഭവനങ്ങളിലായിരിക്കുമ്പോൾ കർത്താവെ, ഈ രോഗങ്ങളിൽ നിന്നൊക്കെയും അവരെ അവിടുന്ന് സംരക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനർത്ഥം കർത്താവെ ഞങ്ങളുടെ കൂടാരത്തെ അടുക്കത്തില്ല, ഒരു ബാധയും അടുക്കത്തില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും എല്ലാവരുടെയും കുടുംബങ്ങളെ ഞങ്ങൾ സംരക്ഷണം ചെയ്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് കട്ടിളപ്പടിയേൽ ഹല്ലേലൂയ രക്തത്തിൻ്റെ മുദ്രയുള്ളതുപോലെ തന്നെ തൻ്റെ മക്കളുടെ ഹല്ലേലൂയ ഭവനത്തിന്, അവരുടെ ബോഡിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ആ മുദ്ര അവരെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരുതലിനായി സ്തോത്രം. അനേകർക്ക് ലഭിക്കാത്ത സംരക്ഷണം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. അനേകർ കർത്താവേ ഹല്ലേലൂയ കടിഞ്ഞൂലുകൾ ഹല്ലേലൂയ മരിച്ചു വീണപ്പോൾ ഇസ്രായേൽ മക്കളുടെ നടുവിൽ ഹല്ലേലൂയ പരിപാലിച്ച ദൈവത്തിന്റെ കരത്തിനായി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിനായി സ്തോത്രം. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവിക പ്രൊട്ടക്ഷൻ കർത്താവെ ഇവരുടെ കുടുംബങ്ങളുടെ മേലും ഇവരുടെ തലമുറയുടെ മേലും വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതത്തിനായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിലായിരിക്കുന്ന യോജുഡിശാന അമ്മാമയ്ക്കായി സ്തോത്രം. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇവരായിരിക്കുന്നിടത്ത് ദൈവിക സംരക്ഷണം അവിടെ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന യാത്രയിൽ സുരക്ഷിതമായി എത്തിച്ചേരുവാൻ അവിടെ ഇടയാക്കണമേ. ശാലോന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്ര പഠനത്തിന്റെ എല്ലാ ക്രമീകരണങ്ങൾക്കായി സ്തോത്രം. ആ കുടുംബത്തെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്വാറന്റൈനിലായിരിക്കുന്ന കർത്താവെ, ഒരനർത്ഥം വരാതെ ഒരു ബാധ എടുക്കാതെ വണ്ണം നിന്റെ മക്കളെ അവിടെ സൂക്ഷിക്കണം. ആ ഭവനത്തിന് ചുറ്റും വേലി കെട്ടിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന എല്ലാവരെയും അവിടെ സൂക്ഷിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, അനുഗ്രഹിക്കുന്ന സഭയിലെ ഓരോ മീറ്റിങ്ങുകൾക്കായി സ്തോത്രം. എല്ലാം അനുഗ്രഹമാകണമേ. ഞങ്ങളുടെ വാർദ്ധക്യത്തിനായിരിക്കുന്ന അനേകരുണ്ട്. ശാലുമ്മച്ചിക്കായി, പെണ്ണമ്മച്ചേച്ചിക്കായി, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വത്സമ്മ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് സംരക്ഷണം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന ദേവിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, തകച്ചാനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഇന്ന് വരാൻ സാധിക്കാത്ത പ്രിയപ്പെട്ടവർ, കുഞ്ഞുവിനെ കുടുംബത്തിനായി, ബെനഡിക്റ്റിനെ കുടുംബത്തിനായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, അക്കാളിനെയും ഹല്ലേലൂയ ശ്രീധരനെയും കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് കടന്നു വരാൻ സാധിക്കാത്ത കർത്താവെ മറ്റു കുടുംബങ്ങളെയെല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ കടന്നു വന്ന കർത്താവെ അൻസുവിൻ്റെ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുസുവിന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ഒക്കെയും ഞങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവരെയും അവിടുന്ന് സംരക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തലമുറകളെ അവിടുന്ന് പരിപാലിക്കും. കർത്താവിലുള്ള വിശ്വാസത്തെ നിരന്തരം വർദ്ധിച്ചു വരുവാനും അതിൻ പ്രകാരമുള്ള ജീവിതത്തെ ക്രമീകരിക്കുവാനും എല്ലാവരെയും അവിടുന്ന് ഒരുക്കുന്നതിനായി സ്തോത്രം. ഇത് പാടിയും കർത്താവെ ഇത് ഓപ്പറേറ്റ് ചെയ്തും പ്രാർത്ഥിച്ചും എല്ലാം സഹായിച്ച എല്ലാവർക്കായി സ്തോത്രം. ഇന്ന് വന്നത് അനുഗ്രഹമാകണമേ. വചനത്തിന്റെ വെളിപ്പാടിൽ ജീവിപ്പാൻ എല്ലാവരെയും ഒരുക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. മഹത്വം കർത്താവിന് യേശു ക്രിസ്തു നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും വിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മൂലം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഈ പ്രതികൂലത്തിന് നടുവിൽ ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാനും ആരാധനയിൽ ഭാഗം ദൈവം തന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.